ശ്രീമദ് ഭാഗവതം ക്ലാസ് 94. നമ്മളിന്ന് 5-ാമത്തെ സ്കന്ധത്തിലേക്ക് കടക്കുകയാണ്. അത് പ്രിയംവ്രത ചരിതമാണ്. 1-ാമത്തെ അധ്യായം അതിലേക്കാണ് കടക്കുന്നത്. മന്വന്തരങ്ങളാണ്. അതായത് നമ്മുടെ കാലഘട്ടം പല മന്വന്തരങ്ങളായിട്ടാണ് ഇങ്ങനെ മാറി മാറി പോകുന്നത്. അപ്പോൾ ഓരോ മന്വന്തരത്തിനും സൃഷ്ടിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രേരക ശക്തിക്കാണ് മനു എന്ന് പറഞ്ഞത്. അപ്പൊ മനു പ്രേരക ശക്തിയാണ്. നമ്മൾ അതാദ്യം മനസ്സിലാക്കണം. പ്രേരക ശക്തി എന്താണെന്ന് അത് കഥയിലാണ് കഥാപാത്രമായിട്ട് അവതരിപ്പിക്കുന്നത്. നമ്മുടെ ഈ ലോകത്തിൽ എന്ത് നടക്കുന്നതിൻ്റെ പിന്നിലും യഥാർത്ഥത്തിൽ ആധുനിക സയൻസ് കാണാത്ത ഒരു ഘടകമുണ്ട്. മനുഷ്യരിലൂടെയാണ് കുറേ പുരോഗതികളെല്ലാം നടക്കുന്നത്. അതിന് പിന്നിൽ നമ്മൾ പ്രേരിപ്പിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. കാമം, ക്രോധം, ഇതെല്ലാം ചില വികാരങ്ങൾ. ക്രോധത്തിൻ്റെ പേരിൽ പരത്തോടുള്ള ആഗ്രഹത്തിൻ്റെ പേര് ആഗ്രഹങ്ങൾ. ഇങ്ങനെ കുറേ നമ്മളെ പ്രേരിപ്പിക്കുന്ന ചില ഘടകങ്ങൾ നമ്മളെ പ്രേരിപ്പിക്കുമ്പോഴാണ് കർമ്മം ചെയ്യുന്നത്. അത് ആധുനിക സയൻസിലെ ആ ബലങ്ങളെ ഒന്നും, ഇപ്പം കാമം, പ്രേമം എന്ന് പറയുന്നതിനൊന്നും വലിയ ദേഷ്യം വരിക, കോപം വരിക, എന്തെങ്കിലും ചെയ്യുക, അങ്ങനെയുള്ള ഘടകങ്ങളെ ഒന്നും തന്നെ ആധുനിക സയൻസ് എടുക്കുന്നില്ല. അതാണ് സയൻസിൻ്റെ ഫെയിലിയർ. പക്ഷെ ഈ ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നത് സയൻസ് അല്ല, ഇങ്ങനെ ചില പ്രേരക ശക്തികളാണ്. ആ പ്രേരക ശക്തികൾ, ഉദാഹരണമായിട്ട് നമ്മളൊരു വീട് വെക്കുമ്പോൾ അതിനൊരു പ്ലാൻ ഉണ്ടാവും. ആ പ്ലാൻ അനുസരിച്ചാണ് വീടിൻ്റെ എല്ലാ പ്രവൃത്തികളും പിന്നെ മുന്നോട്ടേക്ക് പോകുന്നത്. പക്ഷേ ചെയ്യുന്ന എഞ്ചിനീയർ ആയാലും മേസ്ത്രി ആയാലും കയ്യാളായാലും എല്ലാം ആ പ്ലാനിൽ പറയുന്ന അനുസരിച്ചാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ പ്ലാനിൽ നിന്നൊരു പ്രേരക ശക്തി വരുന്നുണ്ട്. അത് നമ്മൾ കാണുന്നില്ല. അത് മനുഷ്യരൂപത്തിലൊന്നുമല്ല. അതുപോലെ ഏത് കർമ്മത്തിൻ്റെ പിന്നിലും ചില പ്രേരക ശക്തികൾ. ഇപ്പം നമ്മളൊരു സാമ്പാർ ഉണ്ടാക്കിയാണെങ്കിലും നമ്മൾ ആ പാത്രത്തിൽ വെണ്ടയ്ക്ക് അതും ഇതുവല്ല ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. എന്നിട്ട് അഗ്നിയും കത്തിച്ചു വെക്കുന്നു. പക്ഷെ അതിൻ്റെ അകത്ത് വലിയ സയൻസിൻ്റെ അടിസ്ഥാനത്തിലൊരു രാസപ്രവർത്തനങ്ങൾ, രാസമാറ്റങ്ങളെല്ലാം സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്നുണ്ട്. അപ്പം അവിടെയെല്ലാം ആ സയൻസ് തന്നെ ഒരു പ്രേരക ശക്തിയായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതാണ് എല്ലാത്തിനെയും ചേർപ്പിക്കാനെല്ലാം സഹായിക്കുന്നത്. അല്ലാതെ നമ്മൾ പുറത്തു നിൽക്കുന്നേ ഉള്ളൂ. നമ്മളിൽ തന്നെ ഒരു പ്രേരക ശക്തി വന്നിട്ടാണ് നമ്മളെ കൊണ്ട് സാമ്പാർ ഉണ്ടാക്കിക്കാൻ തോന്നുന്നത്. നമ്മൾ രാവിലെ എണീച്ചിട്ട് ഇന്ന് സാമ്പാർ ഉണ്ടാക്കണോ, അല്ല ഇറച്ചിക്കറി ഉണ്ടാക്കണോ, അല്ല മത്സ്യക്കറി ഉണ്ടാക്കണോ എന്നെല്ലാം നമ്മൾ മനസ്സിലാലോചിക്കും. അപ്പം മനസ്സിലൊരു ചിന്തയുണ്ടാകും, ഇന്ന് ഇതാകട്ടെ. അതിനനുസരിച്ചാണ് ബാക്കിയുള്ള എല്ലാ കർമ്മങ്ങളും നടക്കുന്നത്. അപ്പോൾ അതിന് മനുഷ്യൻ്റെ ആ പ്രേരക ശക്തികൾക്കൊന്നും മനുഷ്യൻ്റെ രൂപമൊന്നുമില്ല. പക്ഷേ നമ്മൾ സയൻസ് അത് എടുക്കുന്നുമില്ല. പക്ഷെ അതില്ലാതെ ഇവിടെ ഈ ലോകത്തിലൊന്നും നടക്കുകയില്ല. അപ്പോൾ ഒരു പ്ലാനുണ്ട്, പ്ലാനിൽ നിന്ന് സയൻസ് ഉണ്ട്. അതിൽ നിന്നെല്ലാം ആ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രേരക ശക്തി ഉണ്ടായിട്ടാണ് പ്രപഞ്ചം മുന്നോട്ടേക്ക് പോകുന്നത്. ആ പ്രപഞ്ചത്തിൻ്റെ പ്ലാനിനാണ് പരമാത്മാവ് എന്ന് പറയുന്നത്. ആ പ്ലാനിൽ നിന്നുള്ള ഒരു പ്രേരക ശക്തി അത് പല രൂപത്തിൽ ആക്ട് ചെയ്യും. ആ ശക്തികളെയാണ് ഇന്ദ്രൻ, ബ്രഹ്മാവ് എന്നെല്ലാം പറഞ്ഞിട്ട്, നാരദൻ എന്നെല്ലാം പറഞ്ഞിട്ട് പോകുന്നത്. അത് പലതരത്തിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അതിനെയും പലതായി തിരിച്ചുകൊണ്ട് കഥാപാത്രങ്ങളായി അവതരിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ പ്രപഞ്ചം പോകുന്നത് ഒരു മന്വന്തരം, പല ഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ഘട്ടവും മറ്റേ ഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമാണ് കാലം മാറുന്നതനുസരിച്ച്. അതുകൊണ്ട് അതിന് ആ ശക്തി വിശേഷത്തിന് ആ കാലഘട്ടത്തെ നിയന്ത്രിക്കുന്ന, ഒരു മന്വന്തരം എന്ന് പറയുന്ന കാലഘട്ടത്തെ നിയന്ത്രിക്കുന്ന
ആ കക്ഷിക്കാണ് മനു എന്ന് പറയുന്നത്. ആ മനുവിൻ്റെ ധർമ്മം പ്രപഞ്ചം സൃഷ്ടിക്കുകയാണ് പടിപടിയായിട്ട്. ആ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിൻ്റെ പിന്നിൽ രണ്ട് തരം ഫലങ്ങളായിട്ട് തിരിയുന്നുണ്ട്. ഒന്നീ സൗരയൂഥ സിസ്റ്റങ്ങളും ഗോളങ്ങളെല്ലാം ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയ, അതിന് നേതൃത്വം നൽകുക. പിന്നെ ജീവജാലങ്ങൾ ഉണ്ടാക്കുന്ന, ജീവനുള്ള വസ്തുക്കളെല്ലാം ഉണ്ടാക്കുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുക. അപ്പോൾ ആ ഗോളങ്ങൾ, ആകാശം എന്നതിൻ്റെ സൃഷ്ടിയായിട്ട് ബന്ധപ്പെട്ടതിനെ പ്രിയംവദൻ എന്ന ഒരു പ്രേരക ശക്തിയായിട്ട്, മകനായിട്ട് ചിത്രീകരിച്ചിട്ട് ജീവജാലങ്ങളെല്ലാം ഉണ്ടാകുന്നതിൻ്റെ പിന്നിലുള്ള ശക്തിയെ ഉത്ഥാനപാതൻ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞതിൽ ഉത്ഥാനപാതനെയാണ് നമ്മൾ കണ്ടത്. അപ്പം മനുവിൻ്റെ രണ്ട് പുത്രന്മാര് ഉത്ഥാനപാതനും പ്രിയവ്രതനും. ഉത്ഥാനപാതയിലൂടെ കഴിഞ്ഞതിൽ പറഞ്ഞു നിർത്തിയത് ചെടികളെല്ലാം ഉണ്ടാകുന്നതിന് ഇലക്ട്രോണ്, കഴിഞ്ഞതിൽ ചെടികളുമെല്ലാം നശിച്ചതിൻ്റെ അവശിഷ്ടത്തിൽ നിന്നും ഇലക്ട്രോണുകളാണ് എല്ലാത്തിൻ്റെ പിന്നിലും പ്രവർത്തിക്കുന്നത്, ദക്ഷനും ഓർബിറ്റും എല്ലാം. അതെല്ലാം കൂടി ചേർന്നിട്ടാണ് അത് പ്രപഞ്ചമാകുന്ന പ്ലാനിനനുസരിച്ച് ഒരു ചെടിയായിട്ട്, ആദ്യത്തെ ഏകകോശ ജീവിയോ എന്തോ എല്ലായിട്ട് ഒരു ചെടി, ഏകകോശമുള്ള ഒരു, നമ്മളെ സാധാരണക്കാരൻ്റെ ഭാഷയിൽ തന്നെ ഒരു പൂപ്പൽ വാരിയുള്ള ഒന്ന് ഉണ്ടാകുന്നതായിട്ട് അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇവിടെ രണ്ടാമത്തെ മകൻ പ്രിയവ്രതൻ്റെ ചരിത്രത്തിലൂടെ ഗ്രഹങ്ങൾ ഉണ്ടായ, അല്ല, ഈ പ്രപഞ്ചം ഉണ്ടായ കാര്യമാണ്. പ്രപഞ്ചത്തെ ഈ രൂപത്തിലുണ്ടായ ആ ഒരു അതിൻ്റെ നേതൃത്വം കൊടുത്ത, അത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഒരു പ്ലാൻ അനുസരിച്ച്. ആ പ്ലാനിലാണ് പരമാത്മാവ് എന്ന് പറയുന്നത്. ആ പ്ലാൻ അനുസരിച്ച് ഒരു പ്രപഞ്ചം ഉണ്ടാക്കേണ്ട അടിത്തറ പാകുകയാണ് പ്രിയംവ്രതനിലൂടെ മനു ചെയ്യുന്നത്. അപ്പം മനുവും പ്രിയംവ്രതനും ഉത്തരപാദനും എല്ലാം പ്ലാനിൽ നിന്നും ഉത്ഭവിക്കുന്ന പ്രേരക ശക്തികളാണ്. അത് സയൻസിൻ്റെ അടിസ്ഥാനത്തിലുള്ള വർക്ക് ചെയ്യുന്ന പ്രേരക ശക്തികളാണ്. അതാണ് പ്രപഞ്ച നിർമ്മിതിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേൽ പരീക്ഷിത്ത് പറയുകയാണ്. ഇപ്പം ബ്രഹ്മർഷി എന്ന് പറഞ്ഞുകൊണ്ട് പരീക്ഷിച്ച് ചോദിക്കുകയാണ്, ഭഗവത് ഭക്തനും ആത്മസ്വരൂപത്തിൽ വസിക്കുന്നവരുമായ പ്രിയംവ്രതൻ. അവൻ ഭഗവാനെ നല്ല ഭക്തിയുള്ളതാണ്, ആത്മസ്വരൂപത്തിലെല്ലാം അധിഷ്ഠിതമായ ഒരു വ്യക്തിയാണ്. അപ്പം അങ്ങക്ക് ഈ സൃഷ്ടികർമ്മം നടത്താൻ താല്പര്യം ഉണ്ടാകാൻ പാടില്ല. ആത്മീയതയിലേക്ക് തിരിക്കുന്നവർക്ക് പിന്നെ ഈ പ്രപഞ്ച സൃഷ്ടി, മായാലോകത്തിൻ്റെ കാര്യങ്ങളിലൊന്നും തലയിടരുത്. അങ്ങനെയുള്ള പ്രിയംവദൻ കർമ്മബന്ധവും ആത്മസ്വരൂപ തിരസ്കാരവും, ആ തത്വം ഉപേക്ഷിച്ച് കർമ്മം ബന്ധപ്പെട്ടുകൊണ്ടാണ് പ്രപഞ്ചം സൃഷ്ടിക്കാൻ പോകുന്നത്. എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുകയാണ്. അദ്ദേഹം ആത്മീയ കാര്യങ്ങളിലെല്ലാം ആ ഭഗവത് ഭക്തിയിൽ കഴിയുന്ന അദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ ഭൗതിക കാര്യങ്ങളിൽ, ഗൃഹവൃത്തിയിൽ എങ്ങനെ ആസക്തനായി എന്നാണ് ചോദിക്കുന്നത്. കാരണം ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് പോയ ഒരു വ്യക്തി പിന്നെ തിരിച്ചു വരാൻ പാടില്ല, ഭൗതിക കാര്യങ്ങളിൽ തിരിച്ചു വരാൻ പാടില്ല. ഇനി രണ്ടിൽ പറയുന്നു, വിഷയാസക്തി വിട്ടവർക്ക് വിഷയങ്ങളിലെല്ലാം താല്പര്യം വിട്ട് ഇത്തരത്തിൽ ഗൃഹസ്ഥവ്യവസ്ഥയിൽ ആസക്തി ഉണ്ടാകാറില്ല. വിഷയങ്ങളിൽ നിന്നുള്ള വിരക്തി വന്നവർക്ക്, വിഷയാസക്തി വിട്ടവർക്ക് ഇത്തരത്തിൽ പിന്നെ ഗൃഹവൃത്തിയിൽ, അതായത് ഗൃഹകാര്യങ്ങളിൽ, കുടുംബകാര്യങ്ങളിൽ, അല്ലെങ്കിൽ ലോക സൃഷ്ടിയിൽ ആസക്തി തീർച്ചയായും ഉണ്ടാകാറില്ല. ഇതിന് 3 ഭഗവത് തൃപ്പാദത്തിൽ ലയിച്ചിരിക്കുന്ന ചിത്തത്തോടു കൂടിയ മഹാത്മാക്കൾ. അങ്ങനെ ഭഗവാനിൽ ലയിച്ച് ഭഗവാനിൽ ലയിച്ചു കൊണ്ടിരിക്കുന്ന മഹാത്മാക്കൾ കുടുംബത്തിൽ ആഗ്രഹം ഉണ്ടാകാറില്ല, പിന്നെ കുടുംബകാര്യമൊന്നും നോക്കില്ല. അപ്പം ശരിയ ആത്മീയവാദിക്ക് പിന്നെ കുടുംബമില്ല, ഭഗവാനേ ഉള്ളൂ. ആ ശക്തിയിൽ മനസ്സ്, ആ ശക്തി ഏകമായ ഈശ്വരനിൽ ശക്തി വെച്ച് നിൽക്കുന്നവർക്ക്, അതായത് ആത്മീയതയിലേക്ക് തിരിഞ്ഞവർക്ക് പിന്നെ കുടുംബം ഉപേക്ഷിച്ചിട്ട് പോയേ പറ്റും.
പിന്നെ കുടുംബമില്ല, മക്കളുമില്ല, ഭാര്യയുമില്ല. 4, ഭാര്യ, ഗൃഹം, മക്കൾ എന്നിങ്ങനെയുള്ള ലൗകിക കാര്യങ്ങളിൽ ആസക്തനായവന് ഭാര്യനെയും കുട്ടികളെയെല്ലാം ചിന്തിച്ച് കുടുംബപരമായ കാര്യങ്ങളിൽ ചിന്തിച്ച് നടക്കുന്നവന് മോക്ഷസിദ്ധിയും ഭഗവാനിൽ ശ്രദ്ധാബുദ്ധിയും ഉണ്ടായി എന്നത് സംശയം ജനിപ്പിക്കുന്നതാണ്. അപ്പം അങ്ങനെയുള്ള വ്യക്തി ഭാര്യയെയും കുടുംബങ്ങളെയും എല്ലാം ലൗകികങ്ങളിൽ ആസക്തനായ വ്യക്തിക്ക് പിന്നെ ദൈവചിന്തയും ദൈവത്തിൽ ബുദ്ധിയും ഭഗവാനിൽ ബുദ്ധിയെല്ലാം ഉണ്ടായി എന്ന് പറയുന്ന കാര്യം. അപ്പം ഇവനെ സംബന്ധിച്ചിടത്തോളം, പ്രിയവ്രതനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടും എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ള സംശയമാണ് ഇദ്ദേഹത്തിന് ഉണ്ടാകുന്നത്. ഇങ്ങനെ 2 കാര്യത്തിലും, ഒന്നിക്ക് ഭഗവത് ഭക്തിയിൽ അങ്ങ് പോകണം, അല്ലെങ്കിൽ കുടുംബകാര്യത്തിൽ പോകണം. ഇത് രണ്ടും ഇവിടെ വരുന്നുണ്ട്. അതൊരു സംശയം ജനിപ്പിക്കുന്ന കാര്യമാണ്. അപ്പം അതിനെപ്പറ്റി ഒന്ന് വ്യക്തമായിട്ട് എന്താണ് സംഭവിച്ചത്. അപ്പം അഞ്ചിൽ ശ്രീ സുഗൻ പറയുകയാണ്, പറഞ്ഞതെല്ലാം ശരി തന്നെയാണ്, നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരി തന്നെയാണ്. എങ്കിലും ഭഗവാന്റെ തൃപ്പാദത്തിലെ പൂന്തേൻ നുകരുന്നവർ, അതായത് ബ്രഹ്മത്തിൽ തന്നെ ആ ഭഗവാനിൽ വിശ്വാസം അർപ്പിച്ച എല്ലാം അതാണ് ചെയ്യിക്കുന്നത് എന്ന ചിന്തയിൽ ഉറച്ച് ശ്രീ വാസുദേവന്റെ കഥയാവുന്ന സ്വമാർഗത്തെ വല്ലപ്പോഴും വല്ല വിഘ്നത്താലും ഹനിക്കപ്പെട്ടാലും ആ ഭഗവത് ഭക്തി അധികപക്ഷവും കൈവിടുന്നില്ല. അപ്പം അങ്ങനെ ഈശ്വരന് ആ ഭഗവാനിൽ തന്നെ അർപ്പിച്ചു നിൽക്കുന്ന വ്യക്തികൾ ചില സമയങ്ങളിൽ അതിൽ നിന്നും തെറ്റിപ്പോകുന്നുണ്ടെങ്കിലും അതുകൊണ്ട് പൂർണ്ണമായിട്ട് അതുകൊണ്ട് വിട്ടുപോകണമെന്നില്ല. അതായത് അധിക സമയം ഭഗവാന്റെ ചിന്തയിൽ തന്നെ മുഴുകിയിരിക്കുന്നവർ ചില സമയങ്ങളിൽ, ചില ഘട്ടങ്ങളിൽ, ചില ഭൗതിക കാര്യങ്ങളിൽ വന്നു പോയെങ്കിലും അവർക്ക് മറ്റേതുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായിട്ടൊന്നും വിട്ടുപോകില്ല. അപ്പോൾ അവർ ചെയ്യും, ചിലപ്പോൾ ഇങ്ങനത്തെ കാര്യമെല്ലാം ചെയ്തെന്ന് വരും. അതുകൊണ്ട് അതുമായിട്ട് ബന്ധം, ഭഗവത് ബന്ധം വിട്ടുപോയി എന്ന് കൈവിടുന്നില്ല. അങ്ങനെ വിടുന്നൊന്നുമില്ല. കാരണം അത്രയും മുഴുകിക്കഴിഞ്ഞവർ ചില സമയത്ത് ചിലപ്പോൾ തിരിച്ചെന്തെങ്കിലും ചെയ്തേക്കാം. അതുകൊണ്ട് പൂർണ്ണമായി വിട്ടു എന്ന് കണക്കാക്കേണ്ടതില്ല. എൻ്റെ 6-7 ഉത്തമ ഭഗവത് ഭക്തനായ രാജപുത്രനായ പ്രിയവ്രതൻ, അദ്ദേഹം നല്ല ഭഗവത് ഭക്തൻ തന്നെയാണ്, രാജപുത്രനാണ്, മനുവിൻ്റെ പുത്രനാണ്. ശ്രീ നാരദൻ്റെ പാദശുശ്രൂഷയാൽ നാരദൻ എന്ന് പറഞ്ഞാൽ മനസ്സ് തന്നെയാണ്, മനസ്സിൽ തന്നെ ആത്മീയ ചിന്തകൾ ഉണ്ടായി. മനസ്സ് തന്നെ പറഞ്ഞു നീ ആത്മീയമായ ചിന്തയിലേക്ക് പോവുകയായിരുന്നു. അപ്പം അതുകൊണ്ട് ശുശ്രൂഷയാൽ, ശ്രീ നാരദൻ്റെ തൃപ്പാദ ശുശ്രൂഷയാൽ അനായാസേന ആത്മ യാഥാർത്ഥ്യമുള്ളവനായി ഭവിച്ചു. അപ്പോൾ അദ്ദേഹം നാരദൻ്റെ സഹായത്താൽ, അതായത് മനസ്സ് തന്നെ, മനസ്സിലുണ്ടാവുന്ന ചിന്ത, മനസ്സിനെ ഓരോ വഴിക്ക് നയിക്കുന്ന ശക്തി വിശേഷമാണ് നാരദൻ. അതുകൊണ്ട് നാരദൻ്റെ ഒരു പ്രേരണയാൽ അദ്ദേഹം എന്തായി, ഭഗവാനിൽ തന്നെ താല്പര്യം ഭഗവാനിൽ താല്പര്യം ഉദിച്ചുകൊണ്ട് അങ്ങനെ അങ്ങ് കഴിഞ്ഞുപോയി. തൻ്റെ അങ്ങനെ ആത്മധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന രാജാക്കന്മാർക്ക് വേണ്ടതായ, അങ്ങനെ ആത്മധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന രാജാക്കന്മാർക്ക്, അപ്പം രാജാവായ ഇയാളൊരു രാജാവാണ്, മുഴുകിയിരിക്കുന്ന രാജാക്കന്മാർക്ക് എന്ത് ചെയ്യണം, വേണ്ടതായ ശാസ്ത്രങ്ങളിൽ പറയപ്പെട്ട ഗുണവിശേഷങ്ങളെ ശരിക്കും അപ്പം രാജാവായിരിക്കും, അദ്ദേഹത്തിനെ രാജാവും കൂടി ആക്കിയിരിക്കുകയാണ്. അപ്പം രാജാവായിരിക്കുമ്പോൾ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യേണ്ടി വരും. രാജാവിൻ്റെ ഡ്യൂട്ടിയെല്ലാം ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അദ്ദേഹം ആ ഗുണഗണങ്ങളെയെല്ലാം രാജാവായിട്ട് നോക്കുമ്പോൾ ആ മനുഷ്യനാണ്, ഇത് പട്ടിയാണ്, പൂച്ചയാണ് എന്നെല്ലാം ചിന്തിച്ചുകൊണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ബ്രഹ്മമാവുമ്പോഴാണ് എല്ലാം ബ്രഹ്മമായിട്ട് കണ്ടത്. പക്ഷേ രാജാവായിരിക്കുമ്പോൾ ഗുണഗണങ്ങളെ അടിസ്ഥാനമാക്കി തന്നെയാണ് കർമ്മങ്ങൾ ശരിക്കും അനുഷ്ഠിക്കേണ്ടതായി വരുന്നത്. അപ്പം ശരിക്കും
ഗുണവിശേഷങ്ങളെ ശരിക്കും പാത്രീഭൂതനായി തന്നെയാണ് ഇരിക്കേണ്ടത്. രാജാവായതുകൊണ്ട് അയാൾ അതിനും നിർബന്ധിതരായി. ഭൂതല സംരക്ഷണത്തിനായി പിതാവായ മനുവിന്റെ ആജ്ഞ നിരസിക്കാൻ പറ്റാത്തതായി. എന്തുകൊണ്ട്? പിതാവ് ഭൂമിയെ പരിപാലിക്കണമെന്നും പറഞ്ഞുകൊണ്ട്, ഭൂമിയുടെ സൃഷ്ടികർമ്മങ്ങളിലെല്ലാം പങ്കെടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് ആജ്ഞാപിച്ച സ്ഥിതിക്ക് അദ്ദേഹത്തിന് അത് ഏറ്റെടുക്കാതിരിക്കാനും പറ്റാത്ത അവസ്ഥ ഉണ്ടായി. എങ്കിലും ഭഗവാനിൽ മുമ്പ് തന്നെ നിരന്തരമായ സമാധി യോഗത്തിലിരിക്കുകയാണ്. പക്ഷെ അതിനു മുമ്പ് തന്നെ അദ്ദേഹം എന്തായിരുന്നു? ഭഗവാനിലെ ഭക്തിയിൽ അങ്ങനെ സമാധി രൂപത്തിൽ ഇരിക്കുന്ന അവസ്ഥയിലായിരുന്നു. ആ സമയത്താണ് അച്ഛൻ പിടിച്ചിട്ട് നീ പോയിട്ട് ഈ സൃഷ്ടിയും കൂടി നടത്തുക എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചത്. ഉദാഹരണമായിട്ട് നമ്മളും മരിച്ചു കഴിഞ്ഞാൽ നിർഗുണമായ അവസ്ഥയിൽ ബ്രഹ്മസമാനമാണ് നിൽക്കുന്നത്. നമ്മൾ എന്താ ചെയ്തത് നമുക്ക് പോലും അറിയാം. നമ്മളെപ്പോലെ ബ്രഹ്മത്തെ നമുക്കറിയില്ല. പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായ ആ ബ്രഹ്മത്തെപ്പറ്റി നമുക്ക് ഒരേ അറിവില്ല. അതുപോലെ മരിച്ചു കഴിഞ്ഞാലുള്ള നമ്മുടെ അവസ്ഥയും ഒന്നും അറിയില്ല. ബ്രഹ്മ അതിനെയാണ് ജനിപ്പിച്ചിട്ട് നീ പോയിട്ട് ഇന്നെല്ലാം ജോലി ചെയ്യുമെന്ന് പറയുന്നത്. അപ്പം നമ്മളത് ചെയ്യേണ്ടി വരികയാണ്. അപ്പം നമ്മൾ മുമ്പ് അതിൽ തന്നെയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന നമ്മളെ പിടിച്ചിട്ടാണ് ഈ ആത്മീയ ലോകത്തിൽ, ഭൗതിക ലോകത്ത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ സംസാര സാഗരത്തിൽ, ദുഃഖമാകുന്ന സംസാര സാഗരത്തിൽ പിടിച്ച് തള്ളുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ആ രാജാധികാര വൃത്തികൾ, അപ്പോഴാണ് ഈ രാജാവിൻ്റെ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം മനു പിടിച്ചിട്ടത്. മിഥ്യയാണെങ്കിൽ എന്നതിനാൽ അത് മിഥ്യയാണ്. അദ്ദേഹത്തിന് അറിയാം ഈ ചെയ്യാൻ പോകുന്ന പരിപാടിയെല്ലാം മിഥ്യാലോകത്തിലുള്ള കാര്യങ്ങളാണ്. അത് ആത്മതത്വത്തിൽ നിന്നും അകറ്റുന്നതാകിയാൽ അതിനെ ഉപേക്ഷിക്കാൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതായത് അദ്ദേഹത്തിന് അറിയാം രാജാവായിട്ട് തുടരേണ്ടി വരും. അപ്പോൾ അത് മായാലോകമാണ്. അത് ആത്മതത്വത്തിന് നേരെ എതിരായിട്ടുള്ള കാര്യങ്ങളാണ്. എങ്കിലും അത് സ്വീകരിക്കുമ്പോഴും മറ്റേതിനെ ഉപേക്ഷിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. പൂർണ്ണമായിട്ട് ആത്മീയത വിടാൻ അദ്ദേഹം തയ്യാറായില്ല. എപ്പോഴാണോ വിഷയ സന്ധി ഉണ്ടായത്, അപ്പോൾ ത്രിഗുണാത്മകമായ പ്രപഞ്ച സൃഷ്ടിയുടെ, അപ്പോൾ വിഷയത്തിന് അടിസ്ഥാനമായ ഒരു കർമ്മത്തിലേക്ക് ഇറങ്ങേണ്ട ഒരു സമയം വന്നു. ആത്മീയതയിൽ നിന്ന് വിഷയലോകമാണ് ഏത്? ഭൗതിക ലോകം. അതിൻ്റെ ആ സന്ധിയിൽ അത്രയും എത്തിയപ്പോൾ ത്രിഗുണാത്മകമായ സത്വരജോ ഗുണം അനുസരിച്ചാണ് എല്ലാ കർമ്മങ്ങളും നടക്കുന്നത്. ആ കർമ്മം അദ്ദേഹം ചെയ്യാൻ, അതായത് ന്യൂട്ടന്റെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ലോ പ്രകാരം കർമ്മം ചെയ്യാൻ അദ്ദേഹം വിധിക്കപ്പെടുകയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രപഞ്ച സൃഷ്ടി എന്ന കർമ്മമാണ് അദ്ദേഹത്തിൻ്റെ തലയിൽ വന്ന് വീണിരിക്കുന്നത്. അപ്പോൾ ത്രിഗുണാത്മകമായ പ്രപഞ്ച സൃഷ്ടി നടത്താൻ അദ്ദേഹത്തിൻ്റെ തലയിൽ വന്നിരിക്കുകയാണ്. അപ്പം അതുവരെ അദ്ദേഹം ആത്മീയതയിൽ ബ്രഹ്മത്തിൽ തന്നെ വിശ്വസിച്ച്, ഭഗവാനിൽ വിശ്വസിച്ച് അങ്ങനെ നിൽക്കുമ്പോഴാണ് മനു പിടിച്ചിട്ട് ഈ രാജാവിൻ്റെ സ്ഥാനവും നൽകിയിട്ട് ഈ ത്രിഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ കർമ്മങ്ങൾ ചെയ്യാൻ, രാജാവായി കർമ്മങ്ങൾ ചെയ്യാൻ, സൃഷ്ടി നടത്താനുള്ള ചുമതല അദ്ദേഹത്തിൽ വന്നു വീണത്. അപ്പോഴൊരു സന്ധി ഘട്ടത്തിലാണ് ഇതെടുക്കണോ അതെടുക്കണോ എന്നുള്ള ഒരു ചിന്ത. ആത്മീയത വേണോ ഭൗതികത വേണോ? അദ്ദേഹത്തിന് അതേസമയം ആത്മീയ വിടാൻ താല്പര്യവുമില്ല. ഇത് അച്ഛൻ്റെ ആജ്ഞയാണ്. അങ്ങനെ ഒരു സന്ധി ഘട്ടത്തിലെത്തിയപ്പോൾ ഇനി പ്രപഞ്ചത്തിൻ്റെ എല്ലാം തന്നിലൂടെ വേണമല്ലോ ഈ സൃഷ്ടി അടത്ത ഉത്തരവാദിത്വം തന്നിലും വെച്ചിരിക്കുകയിൽ എന്ത് ചെയ്യണം എന്ന് ചിന്തിച്ചിട്ട് ഒരു തീരുമാനത്തിലെത്താൻ പറ്റാത്ത ആ സന്ധി ഘട്ടത്തിലെത്തിയപ്പോൾ ഈ പ്രപഞ്ച സൃഷ്ടിക്കെല്ലാം പിന്നിൽ അതിൻ്റെ നേതൃത്വം എടുക്കുന്ന വ്യക്തി ആരാണ്? ബ്രഹ്മാവാണ്. അത് വേറൊരു ശക്തിയാണ്. ബ്രഹ്മാവെന്ന പ്രേരക ശക്തിയാണ് സൃഷ്ടിക്രമങ്ങളെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. അതാണ് ആദ്യത്തെ ദേവത. അപ്പം ആദിദേവനായ ബ്രഹ്മാവ്
സമസ്ത വേദമൂർത്തികളാലും വേദത്തിന്റെ സഹായത്താലാണ് സൃഷ്ടി നടക്കുന്നത്. അപ്പൊ എല്ലാ ദേവതകളോടൊത്തും അനുചരന്മാരോടുമൊത്ത് സത്യലോകത്തിൽ നിന്നും ഇറങ്ങി വന്നു. അപ്പോൾ ബ്രഹ്മാവ് തന്നെ കയറി ഇദ്ദേഹത്തിന്റെ മുമ്പിൽ വന്നു. കാരണം ബ്രഹ്മാവിന് ഇനി ഇയാളെ കൊണ്ട് വേണം ഭഗവാനിൽ അങ്ങനെ മനസ്സിപ്പിച്ച. പണ്ട് അർജുനെ ഭീഷ്മരെയെല്ലാം കൊള്ളണമെന്ന് വിചാരിച്ചപ്പോൾ ഞാനെന്നാ പിന്നെ സന്യസിച്ചേക്കാം എന്ന് പറഞ്ഞ് പോകുമായിരുന്നു. കാരണം ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, അതിൽ നല്ലത് മറ്റേ വഴി തന്നെയാണ്, നമ്മുടെ ബ്രഹ്മത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞ് തിരിച്ചു പോയി കളയായിരുന്നു. അതിനാണ് കൃഷ്ണൻ അവിടെ വന്നിരുന്നിട്ട് പിന്നെ ഇത്തിരി ഉപദേശിച്ച് പിടിച്ചിട്ട് യുദ്ധം ചെയ്യിപ്പിച്ചത്. അതുപോലെ ബ്രഹ്മാവിന് ആണ് ഇത് സൃഷ്ടിയെല്ലാം നടത്തേണ്ട ഉത്തരവാദിത്വം. ആദിദേവൻ, പ്രപഞ്ച സൃഷ്ടിയുടെ തുടക്കം, അതിനെ പ്രേരക ശക്തിയാ ശക്തി വിശേഷം. അദ്ദേഹം എന്ത് ചെയ്തു? അവിടെ നിന്ന് സത്യലോകത്തിൽ നിന്നും ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ പരിവാര സവേതം ഇറങ്ങി വന്നു. 8 നിന്തിരുവടി ആകാശത്തിൽ നക്ഷത്രനാഥനായ ചന്ദ്രനെപ്പോലെ, നക്ഷത്രങ്ങളുടെ നാഥനായ ചന്ദ്രനെപ്പോലെ പ്രകാശിച്ചുകൊണ്ടാണ് വന്നത്. അത്രയും ദിവ്യമായ പ്രകാശത്തോടു കൂടിയാണ് ആ പ്രേരക ശക്തി ബ്രഹ്മാവ് വന്നത്. കഥയിൽ ബ്രഹ്മാവ് എന്ന് പേര് ബ്രഹ്മാവും കഥയിൽ കഥാപാത്രമായി അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആകാശത്തു നിന്ന് തന്നെയാണ്, പ്രപഞ്ചമൊന്നും ഉണ്ടായില്ലല്ലോ, അതിൽ നിന്നാണ് ഒരു പ്രേരക ശക്തി ഇറങ്ങി വരുന്നത്. ഏതുപോലെ? നക്ഷത്രനാഥനായ ചന്ദ്രനെപ്പോലെ പ്രകാശിച്ചുകൊണ്ട് വഴിയിലൂടെ ഇന്ദ്രാദി ദേവന്മാരും സിദ്ധന്മാരും ഗന്ധർവന്മാരും മുന്നിമാരെല്ലാം അദ്ദേഹത്തെ വാഴ്ത്തപ്പെടുത്തുകയാണ്. ബ്രഹ്മാവ് വരുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം അദ്ദേഹത്തെ വാഴ്ത്തി പുകഴ്ത്തുകയാണ്. കാരണം ഇങ്ങേറാണ് സൃഷ്ടി, ഇങ്ങേരെ കൊണ്ടിനി സൃഷ്ടി നടത്തിപ്പിക്കേണ്ടത്. അങ്ങനെ പ്രവേശന കവാടത്തിൽ ഗന്ധമാധന നഗരിയുടെ പ്രവേശന കവാടത്തിൽ ബ്രഹ്മാവ് വന്നു ചേർന്നു. ഇനി 9 അപ്പോൾ അവിടെ തന്നെ ഉണ്ടായിരുന്ന നാരദനില്ലാത്ത സ്ഥലമില്ല. നാരദൻ എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രേരിപ്പിക്കുന്ന ശക്തി വിശേഷമാണ്. എന്നെ അടിക്കാൻ പ്രേരിപ്പിക്കും, വേറൊരാളെ കൊണ്ട് തിരിച്ചടിക്കാനും പ്രേരിപ്പിക്കും. അപ്പോൾ എന്നിലും പ്രേരണ എത്തും, അവിടെയും പ്രേരണ എത്തും. ഈ ലോകത്ത് എന്തെല്ലാം സംഭവങ്ങൾ നടക്കുന്ന അവിടെയെല്ലാം നാരദനുണ്ട്. അതായത് മനസ്സ് തന്നെയാണ് നാരദൻ. അപ്പം നാരദന് വേറെ എവിടെയും പോകണ്ട, അവിടെ തന്നെ ഉണ്ടായിരുന്ന നാരദൻ ഹംസവാഹനത്തിൽ വരുന്നത്. അപ്പോൾ ഹംസവാഹനത്തിലാണ് ആര് വരുന്നത്? ബ്രഹ്മാവ് വരുന്നത്. അപ്പം കണ്ടപ്പോൾ അച്ഛനാണ് വരുന്നതെന്ന് മനസ്സിലായി. പിതാവായ ബ്രഹ്മാവാണെന്ന് എന്നറിഞ്ഞ് മനുവിനോടും പ്രിയംവദനോടും കൂടെ, അപ്പോൾ നാരദൻ വരുന്നത് അച്ഛനാണെന്ന് മനസ്സിലാക്കി. കാരണം ആ വാഹനം കണ്ടപ്പോഴാണ് മനസ്സിലായത് എൻ്റെ അച്ഛൻ്റെ വാഹനമാണ്. അപ്പം മനുവോടും പ്രിയംവദനോടും കൂടി കൈകൂപ്പി തൊഴുതുകൊണ്ട് എഴുന്നേറ്റ് സ്തുതിച്ചു. ജ്ഞാനൈശ്വര്യാദി സമ്പന്നനായ ബ്രഹ്മദേവൻ നാരദമുനിയാൽ അർപ്പിക്കപ്പെട്ട പൂജോപഹാരത്തോടുകൂടി കരുണ കൂടി അദ്ദേഹത്തിന് വേണ്ട ഇതെല്ലാം അർപ്പിച്ചുകൊണ്ട് നാരദൻ തന്നെ മേൽനോട്ടം വഹിച്ച് അച്ഛന് വേണ്ട പൂജോപചാരങ്ങളെല്ലാം അർപ്പിച്ചിട്ട് അപ്പോൾ ബ്രഹ്മബന്ധ കരുണാർത്ഥമായ പുഞ്ചിരിയോടെ പ്രിയവ്രതനോട് അപ്പോൾ ബ്രഹ്മാവ് ഇങ്ങനെ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? 11 അല്ലയോ പ്രിയംവദ, അനിർവചനീയനായ സർവേശ്വരൻ്റെ, അതായത് നമുക്ക് നിർവചിക്കാൻ പറ്റാത്ത ഒരു ശക്തിവിശേഷം മുകളിലുണ്ട്. അതാണ് പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ ആ ശക്തിവിശേഷം. അതിന് രൂപവും ഭാവവും ഇല്ല, അതിനെ നമുക്ക് അനിർവചനീയമാണ്, അതിനെ നമുക്ക് നിർവചിക്കാനൊന്നും പറ്റില്ല. അതിന് രൂപവും ഭാവവും ഒന്നും ഇല്ല, അതിനെങ്ങനെയാണ് നിർവചിക്കുന്നത്? അങ്ങനെയുള്ള ഒരു ശക്തിവിശേഷം ആ സർവേശ്വരനെ, അതിനാണ് സർവേശ്വരൻ എന്നിവിടെ പറഞ്ഞത്. അതിന് ദോഷാരോപണത്തോടെ നിരീക്ഷിക്കാൻ പാടില്ല. അതിലെ ഒരിക്കലും അത് ചെയ്യുന്നതിന് ഒരിക്കലും ദോഷമായിട്ട് കാണരുത്.
ഒരു നിമിഷം പോലും അതെന്താണോ ചെയ്യുന്നത് എന്നത് ദോഷമായി കാണരുത്. കാരണം ആ ശക്തി വിശേഷം തീരുമാനിച്ച പരമാണ് ലോകത്തിലെ കാര്യങ്ങളെല്ലാം മുന്നോട്ടേക്ക് പോകുന്നത്. ഇപ്പോൾ ഒരു കാലത്ത് രാജഭരണമായിരുന്നു, രാജാവിൻ്റെ പക്ഷമായിരുന്നു സപ്പോർട്ട് ചെയ്തിരുന്നത്. വേറൊരു കാലം വരുമ്പം രാജാവിനെ രാജാവിനെ നിന്ദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി, ജനാധിപത്യത്തിലേക്ക് നമ്മൾ നിർത്തി. അപ്പം അക്കാലത്ത് രാജാവിനെ ഒരു വ്യക്തിനെയാണ് കേന്ദ്രീകരിച്ച് ലോകത്തെ മുന്നോട്ടേക്ക് നയിച്ചിരുന്നെങ്കിൽ ഇന്ന് വ്യക്തികൾക്ക് സ്വാധീനമൊന്നുമില്ല. ഇന്ന് ജനം മുഴുവനാണ് അധികാരം. അപ്പോൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ആ ശക്തി വിശേഷം പല സ്വഭാവങ്ങളെടുക്കും. അതുകൊണ്ട് അതിനെ നീ പണ്ട് അങ്ങനെ ചെയ്തില്ലേ, ഇപ്പം അത് ഇങ്ങനെ പറയുന്നതൊന്നും ആ ശക്തിയോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനെ ദോഷാരോപണത്തോടെ നിരീക്ഷിക്കാൻ പാടില്ല. അതെന്താണോ തീരുമാനിക്കുക അതുമാതിരി കാര്യം പോയിക്കൊള്ളണം. അല്ലാതെ അതെങ്ങനെയാണ് ലോകത്തെ മുന്നോട്ടേക്ക് അയക്കുന്നത് അതുപോലെ പോയിക്കോളണം. അല്ലാതെ അതിന് പണ്ട് നീ അങ്ങനെയല്ലേ ചെയ്ത് ഇപ്പം എന്താ തിരിച്ച് ചെയ്യുന്നു എന്നല്ല ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാലോ. രാമകാലഘട്ടത്തിൽ രാമൻ ഒരൊറ്റ ഭാര്യയാണ്, ഏറ്റവും നല്ല ദൈവം രാമൻ, ഒരൊറ്റ ഭാര്യ, മറ്റുള്ള സ്ത്രീകളെ മുഖത്ത് പോലും നോക്കില്ല. വലിയ ദൈവമാണെന്നും പറഞ്ഞു. പക്ഷേ കൃഷ്ണനാകുമ്പോഴൊക്കെ ദൈവം മാറി 16,008 ഭാര്യമാരായിട്ടാണ് ചിത്രീകരിച്ചത്. എന്താ അങ്ങനെ? അന്നത്തെ ദൈവം അങ്ങനെയായിരുന്നല്ലോ, പിന്നെ ഇപ്പോഴത്തെ ദൈവം ഇങ്ങനെ ഇതപ്പോൾ ഏറ്റവും തല്ലിപ്പൊളിയാണ്ടേന്നല്ല ചോദിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അതൊന്നുമില്ല. അത് ശരി തീരുമാനിക്കുന്നത് എന്താണോ അതാണ് ശരി. അതുകൊണ്ട് കാലം മുന്നോട്ടേക്ക് പോകുമ്പോൾ ആളെ സ്വഭാവങ്ങൾ മാറും. പണ്ട് ചെയ്തതിന് നേരെ എതിര് പിന്നത്തെ നമ്മുടെ തലമുറ ചെയ്തെന്ന് വരും. അതുകൊണ്ട് അതിലൊന്നും അതെല്ലാം ജയിക്കുന്ന കാലമായതുകൊണ്ട് ആ ശക്തി വിശേഷത്തെ എന്ത് ചെയ്യാൻ പാടില്ല, കുറ്റാരോപണമൊന്നും നടത്താൻ പാടില്ല. അതെന്താണോ പറയുന്നത് അവരെയൊക്കെ ചെയ്തു കൊടുത്തേക്കുക. ഞാനും എന്നിട്ട് ബ്രഹ്മദേവനും രുദ്രനും നിന്റെ പിതാവായ മനുവും നാരദനും ഇങ്ങനെ ഏവരും ആരല്ലേ ലോകത്തിലുള്ള ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെല്ലാം തന്നെ അസ്വതന്ത്രരായി, നമുക്കൊന്നും ഒരു സ്വാതന്ത്ര്യമില്ല. ബ്രഹ്മാവ് പറയാണ് എനിക്ക് പോലും ഒരു സ്വാതന്ത്ര്യം ഇല്ല, എൻ്റെ ജോലി സൃഷ്ടി നടത്തുക, ആൾക്കാരെ വെച്ചുകൊണ്ട് സൃഷ്ടി നടത്തിക്കൊണ്ടു, നിന്നെ കൊണ്ട് ജയിപ്പിക്കലാണ് എൻ്റെ ജോലി, എന്നെ അതിനെ ഏൽപ്പിച്ചിരിക്കുക, എനിക്കൊരു സ്വാതന്ത്ര്യമില്ല. അസ്വതന്ത്രരായി നിന്തിരുവരിയുടെ നിർദ്ദേശത്തെ ശിരസ വഹിക്കണം. അതെന്താണോ പറഞ്ഞത് അതുപോലെ ചെയ്യലാണ്. നമുക്കും ഒരു സ്വാതന്ത്ര്യം, ബ്രഹ്മാവ് പറയാണ് എനിക്കൊരു സ്വാതന്ത്ര്യമില്ല. ആ ബ്രഹ്മാവോട് നമ്മൾ അല്ലെങ്കിൽ വിഷ്ണുവോട് നമ്മൾ വല്ലതും പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ബ്രഹ്മാവ് തന്നെ പറയുന്നത് ആ ശക്തി എന്താണോ തീരുമാനിച്ചാൽ അത് നടപ്പാക്കലാണ് എൻ്റെ ജോലി, ശിരസാ വഹിച്ചുകൊണ്ട് ചെയ്തു നോക്കുക. അല്ലാതെ നമ്മളെ ബ്രഹ്മാവോട് ചോദിച്ചിട്ട് ആ പ്രമോദിന് കുറച്ച് നല്ലൊരു ഇന്ന ഗുണങ്ങളെല്ലാം താന്ന് സൃഷ്ടിക്കുമ്പോൾ കുറച്ചധികം ഇവന് കുറച്ചധികം കൊടുക്കുന്ന ആരെങ്കിലും പോയി, അല്ല എൻ്റെ അച്ഛൻ പോയിട്ട് ബ്രഹ്മാവോട് എൻ്റെ മോന് കുറച്ച് ഇന്ന ഗുണം കുറച്ചധികം കൊടുക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മാവൻ കയറി ഞാൻ നിസ്സഹായനാണ്, എന്നോട് ഇങ്ങനെ സൃഷ്ടിക്കാൻ പറഞ്ഞു അതുവരെ സൃഷ്ടിക്കും എന്നേ പറയുള്ളൂ. വിഷ്ണു ആയാലും വിഷ്ണുവിൻ്റെ അടുത്ത് പോയിട്ട് എനിക്ക് കുറച്ച് സൗകര്യങ്ങൾ തരണം, നല്ല ജോലി തരണം എന്ന് പറഞ്ഞാൽ അതൊന്നും എൻ്റെ പരിധിയിൽ വരുന്നതല്ല. ഞാൻ പോലും ആ ശക്തി പറയുന്ന വഴിയാണ് ചെയ്യുന്നത്, ഒരു മാറ്റവും വരുത്താൻ പറ്റും. അതുകൊണ്ട് ഇവരൊന്നും വിചാരിച്ചാൽ ഒരു ചുക്കും നേടാൻ പോകുന്നില്ല. കാരണം ബ്രഹ്മാവ് തന്നെ പറയുന്നു നമ്മളെല്ലാം അസ്വതന്ത്രരാണ്, നിന്തിരുവടിയുടെ നിർദ്ദേശത്തെ ശിരസ വഹിക്കുന്നു. ആ ശക്തി എന്താണോ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെയാണ് ലോകം ഇങ്ങനെ പുരോഗമിച്ചു കൊണ്ടുപോകുന്നത്. അതിൽ ഓരോ കാലത്ത് ഒരാളെ സൃഷ്ടിക്കും, അവരെ കൊണ്ട് കുറച്ച് കർമ്മങ്ങൾ ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ട്, അവരത് ചെയ്യും, എന്നിട്ട് അവരങ്ങ് പോകും. കൊല്ലേണ്ട സമയം ശിവൻ വന്നിട്ട് സംഹാരം. എന്നിട്ട് 12 പറയാണ് ഒരു ശരീരവും എന്ന് പറഞ്ഞാൽ എന്നെക്കും അത് ബാധകമാണ്, നിങ്ങൾക്കും എല്ലാം ബാധകമാണ്. ഒരു ശരീരവും നിൻ തിരുവടിയുടെ നിർമ്മാണത്തെ, അതൊരു നിർമ്മാണം ഉണ്ടാക്കുന്നുണ്ട്. പ്രപഞ്ചം സൃഷ്ടിക്കുന്ന ആദ്യം തൊട്ടിട്ട് സൃഷ്ടിക്ക് ഇങ്ങനെ കൊണ്ടുപോവുകയാണ് അവസാനം ഒരു വസുദേവ കുടുംബത്തിലേക്ക്.
ഒരു ശരീരവും നിൻ തിരുവടിയുടെ നിർമ്മാണത്തെ മനസ്സുകൊണ്ടോ തപസ്സുകൊണ്ടോ വിദ്യ കൊണ്ടോ മറിച്ചൊര തരത്തിലാക്കുവാൻ പറ്റില്ല. നമ്മളെ മനസ്സുകൊണ്ടോ വിദ്യ കൊണ്ടോ തപസ് ചെയ്തിട്ടോ ഇതിനെയൊന്നും മാറ്റാൻ പറ്റില്ല. ജ്യോതിഷപരമായിട്ടുള്ള ഫലങ്ങൾ ആണ് പറയേണ്ടത്. ജ്യോതിഷം എന്താണോ പറയുന്നത് അതേ നടക്കൂ. അതിനെ പിന്നെ ഏലസ് കെട്ടിയത് കൊണ്ടോ മറ്റെന്തെങ്കിലും കെട്ടിയത് കൊണ്ടോ അതിനെ മാറ്റാമെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ നടക്കുന്ന പരിപാടിയല്ല എന്നാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഒരു ശരീരവും നിൻ തിരുവടിയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രപഞ്ച സൃഷ്ടി അതിൽ പങ്കെടുത്തിട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ കൂലിക്കാരായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മുടെ മനസ്സുകൊണ്ടോ തപസ്സുകൊണ്ടോ വിദ്യ കൊണ്ട് എത്ര പഠിച്ചാലും മറിച്ചൊരു തരത്തിലാക്കാൻ പറ്റില്ല. യോഗബലം കൊണ്ടോ ബുദ്ധിമഹിമ കൊണ്ടോ സാധ്യമല്ല. എന്ത് യോഗ അഭ്യാസം ചെയ്താലും ഒരു സിദ്ധി കൊണ്ടും അതിനെ മാറ്റാൻ പറ്റില്ല. സമ്പത്ത് കൊണ്ടോ ആചാരങ്ങൾ കൊണ്ട് എന്തെങ്കിലും ആചാരം അനുഷ്ഠിച്ചിട്ടോ അന്യരുടെ സഹായങ്ങൾ വല്ലവരുടെ കാലം പിടിച്ചിട്ടോ സ്വപാഠം എന്താ തന്നെ പറയും കഴിവ് കൊണ്ടോ മാറ്റാനാവില്ല. അതായത് ഇവിടെ നടക്കുന്ന കർമ്മങ്ങളെല്ലാം അതുപോലെ പോകുള്ളൂ. ഒരു മാറ്റവും ബ്രഹ്മാവ് തൊട്ട് ഒരു കക്ഷികൾക്കും പറ്റില്ല. ഈ പറഞ്ഞ ആ ശക്തിയാണെങ്കിൽ ഇതിലൊന്നും ഈശ്വരൻ എന്ന് പറയുന്ന ആ നിർഗുണമായ ശക്തിയാണെങ്കിൽ ഇതിലൊന്നും തലയിടാനും പോകുന്നില്ല. അതൊരു പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ട് അതുവരെ അങ്ങ് പോയിക്കോളും. അത് പിന്നെ നിർഗുണമായിട്ട് ബോധമില്ലാതെ അങ്ങനെ അങ്ങ് നിൽക്കും. അതുകൊണ്ട് അതിനെ ചീത്ത പറഞ്ഞാൽ അതിനൊരു കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ചീത്ത പറഞ്ഞോ, നിങ്ങളെ ചീത്ത പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾ ആ സമയത്തൊക്കെ ചീത്ത പറഞ്ഞു. യുക്തിവാദികൾ തെറി പറയുന്നുണ്ടെങ്കിൽ ആ യുക്തിവാദികളെ സൃഷ്ടിച്ചിരിക്കുന്ന അതിനാണ്, ദ്വയമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നല്ല പറയുന്ന ആളെയും സൃഷ്ടിച്ചിട്ടുണ്ട്, ചീത്ത പറയുന്ന ആളെയും സൃഷ്ടിച്ചിട്ടുണ്ട്. എല്ലാം ദ്വയമായിട്ടാണ്. ഒരാൾ ഈശ്വരനെ നല്ല പറയുമ്പോൾ മറ്റൊരാൾ ഈശ്വരനെ തെറി പറയും. അങ്ങനെയാണ് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ശക്തി വിശേഷത്തിന് നിർഗുണമായ ബ്രഹ്മത്തിന് സൃഷ്ടി എന്ന് പറയുന്നത് ദ്വയമായിട്ടാണ്. അപ്പൊ എല്ലാത്തരം ആൾക്കാരും ഇവിടെ കാണും. അത് അങ്ങനെ തന്നെ സൃഷ്ടിക്കുകയാണ്. അതിനൊരു രസം. ഒരു മായയിലോട്ടുള്ള കളി അതവിടെ കിടന്നിട്ട് ഇങ്ങനെ രസിക്കും, അത്ര തന്നെ. അതുകൊണ്ട് അവരവർ പറയേണ്ട ധർമ്മം ചെയ്തിട്ട് പോയിക്കൊള്ളുക. ഇനി 13. ഈ ജീവജാലങ്ങൾ ജനിക്കും, മരിക്കും, പ്രവർത്തിക്കും, വ്യാകുലതപ്പെടും, മോഹിക്കും, ഭയക്കാനും ദുഃഖിക്കാനും വേണ്ടിയാണ് ഈശ്വര നിശ്ചയപ്രകാരം ശരീരബദ്ധത്തെ ധരിക്കുന്നത്. ഈ ശരീരം എടുത്തുകൊണ്ട് ബന്ധനങ്ങൾ അകപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈശ്വര പ്രകാരമാണ്. ഈശ്വരൻ നിശ്ചയിച്ച പ്രകാരം, ഇച്ഛിച്ച പ്രകാരമാണ് ഈ ശരീരം എടുത്തിട്ട് എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെല്ലാം ചെയ്യുന്നത്? വ്യാകുലതപ്പെടുമ്പോഴപ്പം വ്യാകുലതപ്പെടുക, ദുഃഖിക്കണ്ടപ്പം ദുഃഖിക്കുക, മോഹിക്കണ്ടപ്പം മോഹിക്കുക. അത് തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന സമയം മോഹിക്കും, ദുഃഖിക്കും. ഇതെല്ലാം ഇന്ന സമയത്ത് ഭയക്കണം, അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തേ പറ്റൂ. അതെല്ലാം അതിൻ്റെ ഇഷ്ടപ്രകാരം തന്നെ ഉണ്ടാക്കി വെച്ചതാണ്. ഈ ശരീരം എടുത്താൽ ഇതെല്ലാം ചെയ്യണം എന്നാണ്. ഇതെല്ലാം ചെയ്തേ പറ്റൂ. ഇനി 14. നാം എല്ലാവരും, അതായത് ഈ പ്രപഞ്ചത്തിലെ ബ്രഹ്മം തൊട്ട് ബ്രഹ്മല്ല, അത് നിർഗുണമായതാണ്, അതിൻ്റെ കളിയായത്. അതിൻ്റെ കീഴിലുള്ള ബ്രഹ്മാവ് തൊട്ട് നാം എല്ലാവരും നിൻ തിരുവടിയുടെ ആ ശക്തിയുടെ തിരുവായ് മൊഴിയാകുന്ന കയറ്റിൽ, കയറിൽ നിന്നും പറയാം, തിരുവായ് മൊഴിയാവുന്ന ആ ഒരു ബന്ധനത്തിൽ കുതിറിച്ചാടുവാൻ കഴിയാതെ, അത് തിരുവായ് മൊഴിഞ്ഞിരിക്കുകയാണ്. നീ ഇന്നേലും ചെയ്യണം, ജനിച്ചിട്ട് ഇന്ന സമയം ഇന്നേലും ചെയ്യണം എന്നുള്ള ബ്രഹ്മാവിനും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും കുതിറിച്ചാടുവാൻ കഴിയാതെ
അതിൽ നിന്നും നമുക്ക് കുതിരിച്ചാടാൻ പറ്റില്ല. അതെന്താണോ തീരുമാനിച്ച അവമാനിയെ പോകാൻ പറ്റും. അപ്പം നമ്മൾ പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. അവർ ചെയ്യാൻ അവർ വിധിക്കപ്പെട്ടത് അത് ചെയ്തേ പറ്റൂ. അതിൽ നിന്ന് മാറ്റം വരുത്താൻ അവർക്കൊന്നും കഴിയില്ല. ബ്രഹ്മാവിനും വിഷ്ണുവിനും മഹേശ്വരനും സരസ്വതി ആർക്ക് വിചാരിച്ചാലും അവരെ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ബ്രഹ്മത്തിൻ്റെ കയറിനാൽ ബന്ധിപ്പിച്ചിട്ട്, കർമ്മമാകുന്ന കയറിനാൽ ബന്ധിപ്പിച്ചിട്ട് വിട്ടിരിക്കുകയാണ്. നിങ്ങൾ ഇന്ന സമയം ഇന്ന് ചെയ്തോളൂ. അതിൽ നിന്നും മാറാൻ പറ്റും. അതിൽ കുതിരിച്ചാടാനൊന്നും പറ്റില്ല, കഴിയാതെ. ഗുണകർമ്മങ്ങളാകുന്ന കയറുകൊണ്ട് ചരട് കൊണ്ട് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ഗുണകർമ്മങ്ങളാകുന്ന ഗുണങ്ങൾ എല്ലാ വസ്തുക്കൾക്കും പല ഗുണങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. പ്രമോദിനൊരു ഗുണമുണ്ട്, വേറൊരു ഗുണമുണ്ട്, ചക്കക്കൊരു ഗുണമുണ്ട്, മാങ്ങക്കൊരു സ്വഭാവമുണ്ട്. ആ ഗുണങ്ങൾ പല ഗുണവിശേഷങ്ങളായി തിരിച്ചുകൊണ്ട് കർമ്മബന്ധത്തിൽ അവരെയെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട കർമ്മബന്ധത്തിൽ കർമ്മം കൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാം ഈ സമൂഹത്തിലെ എല്ലാവരെയും ഒരു കയറ് കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ് ആ ശക്തിവിശേഷം. എന്നിട്ട് ഓരോ ആളും ചെയ്യേണ്ട, കാരണം ആ കയറിനെയാണ് നമ്മൾ എന്ന് പറയേണ്ടത് പ്ലാന് എന്ന് പറയുന്നത്, പരമാത്മാവെന്ന പ്ലാൻ. ആ പ്ലാൻ അനുസരിച്ച് ഓരോ ആൾ എന്ത് ചെയ്യണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതേമാതിരിയേ ചെയ്യാൻ പറ്റും. കോടതിയിലൊരു ബുക്ക് ഉണ്ട്. ആ ബുക്കിൽ പറഞ്ഞ മാതിരി തന്നെയാണ് കോടതിയിലുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത്. നമ്മൾ ഇന്ത്യയിൽ കേരളത്തിലെ കോടതിയിൽ പോയാലും കാശ്മീരിലെ കോടതിയിൽ പോയാലും എല്ലായിടത്തും നടക്കുന്ന ഒരേ തരത്തിലായിരിക്കും. കാരണം അതെന്താണ്, ആ പുസ്തകത്തിൽ എഴുതിയോ അതിൽ നിന്ന് മാറ്റാൻ പറ്റില്ല. ഇന്ന് 10 മണിയല്ലേ, ഇന്ന് 10 മണിക്ക് 12 മണിക്കാണ് തുടങ്ങുന്നതെന്ന് വെച്ചോളൂ. ഇന്നൊരു 10 മണിക്ക് തുടങ്ങാമെന്നൊന്നും അങ്ങനെയൊന്നും തുടങ്ങാൻ പറ്റില്ല. ഇതെല്ലാം നിയമങ്ങളുണ്ട്. അല്ലെങ്കിൽ ആ പുസ്തകത്തെ പറഞ്ഞിരിക്കണം വിശേഷ സമയങ്ങളിൽ വേണമെങ്കിൽ ഇങ്ങനെയല്ല ആകണം. ആ ബുക്ക് പറഞ്ഞ വരിയെ പോകാൻ പറ്റും. ഏതുപോലെ എന്നാണ് മൂക്കിൽ കയറിട്ട നാൽക്കാലികളെ മനുഷ്യനെ പോലെ. മനുഷ്യൻ മൂക്കിൽ നാൽക്കാലികളുടെ മൂക്കിൽ കയറിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ നാൽക്കാലികൾക്ക് എന്താ വഴി? മനുഷ്യൻ പറയുന്ന മാതിരി തന്നെ പോകാനേ പറ്റുള്ളൂ. അതുകൊണ്ട് സർവേശ്വരനായി, അതുകൊണ്ട് നമ്മളെ ജോലി എന്താണ്? ആ സർവേശ്വരനായി, ആ ബ്രഹ്മത്തിനായിക്കൊണ്ട് സ്വകർമാർപ്പണമാകുന്നതായ ഭാരം, സ്വകർമാർപ്പണമാകുന്ന നമുക്ക് ഓരോ കർമ്മം ചെയ്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മളെ സൃഷ്ടിക്കുമ്പോൾ നമുക്ക് ഒരു സ്വകർമ്മം തന്നിട്ടുണ്ട്. ആ നമ്മൾ ചെയ്യേണ്ട കർമ്മത്തിനാണ് ജീവാത്മാവ് എന്ന പ്ലാനായിട്ട് പറയുന്നത്. ആ സ്വകർമ്മത്തിൻ്റെ എന്നിട്ട് ആർക്കർപ്പിക്കണം? ആ ഈശ്വരന് വേണ്ടി ചെയ്തു കൊടുക്കണം എന്നുള്ള ഒരു ഭാരം ചുമന്നുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ജനിക്കുമ്പം തന്നെ ഒരു വലിയ ഭാരം എടുത്ത് തലയിൽ വെച്ച് തന്നിട്ടുണ്ട്. എന്താണ് ഭാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവാത്മാവെന്ന ഭാരം. ആ ജീവാത്മാവിൽ എന്താണുള്ളത്? ജനിച്ച സമയം മുതൽ മരിക്കുന്നത് സമയം വരെ ഓരോ നിമിഷവും നീ ഇന്ന ചെയ്യണം. ആ സമയത്തുമ്പോൾ ഞാൻ നിന്നിലോട്ട് പ്രേരിപ്പിച്ച് അതിന് നാരദനം കിട്ടിയിട്ടുണ്ട്. മനസ്സിന് നാരദനം പ്രേരിപ്പിച്ച് അത്തരത്തിൽ നമ്മൾ ചെയ്തങ്ങ് പോവുക. ഇനി 15 15 പറയുകയാണ്, സർവേശ്വരൻ ഗുണകർമ്മങ്ങളുടെ വാസനാ പ്രസക്തി നിമിത്തം. അപ്പം ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ കർമ്മങ്ങളുണ്ട്. പുതിയ കർമ്മങ്ങൾ എന്ന നിലയിൽ ചിന്തിച്ചാൽ മതി. ഓരോ കർമ്മം നിശ്ചയിച്ചിട്ടുണ്ട്. ഏതേത് ശരീരത്തിൽ ചേർത്തുവോ. അപ്പോൾ ഓരോ മനുഷ്യനും ജനിക്കുമ്പോൾ തന്നെ അവൻ ഇന്ന കർമ്മം ചെയ്യണമെന്ന് ഭാരമെടുത്ത് തലയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ജീവാത്മാവെന്ന ഒരു ഭാരം, ഒരു പ്ലാൻ. അവൻ ചെയ്യേണ്ട കർമ്മങ്ങളുടെ ഒരു കെട്ട് ജീവാത്മാവ് അത് കൊടുത്തു വിട്ടിട്ടാണ് നീ ഇത് ചെയ്തോളുക എന്ന് പറഞ്ഞ് ഏതേത് ശരീരത്തിൽ ചേർക്കുന്നുവോ ആ ശരീരത്തിൽ അത് പ്രവേശിക്കുകയും ചെയ്യും. എൻ്റെ അങ്ങ് വിടിയല്ല, അത് തന്നെ ആ ശരീരത്തിൽ പ്രവേശിച്ചിട്ട് അതിനനുസരിച്ച് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനെന്നൊരു ചിന്തയുണ്ടാക്കും. എന്നിട്ട് നമ്മളിൽ ഒരു ആഗ്രഹം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പിന്നാലെ ഓടിപ്പിക്കും. ഇങ്ങനെ ആ കാര്യം നടക്കുന്നു. ഏതുപോലെ എന്നാൽ കണ്ണുപൊട്ടനെ കണ്ണുള്ളവൻ നയിക്കുന്നവൻ. നമ്മളെല്ലാം കണ്ണുപൊട്ടന്മാരാണ്. അതിൻ്റെ ഉള്ളിലുള്ള ആ ശക്തി, ആ പരബ്രഹ്മം, ആ ബ്രഹ്മം തന്നെ, ആ ഈശ്വരൻ തന്നെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മളെ നയിക്കുകയാണ്. അങ്ങനെ നയിക്കുമ്പോൾ മനുഷ്യൻ
സുഖമായാലും ദുഃഖമായാലും ആ കർമ്മം ഏറ്റെടുക്കുന്നു. അങ്ങനെയാവുമ്പോൾ സുഖമുള്ള കർമ്മമായാലും ദുഃഖമുള്ള കർമ്മമായാലും ഏറ്റെടുത്തേ പറ്റൂ. അതിൽ നിന്ന് മോചനമില്ല. ഇതിന് 16 പറയുന്നു, പ്രാരബ്ധ കർമ്മം നിലനിൽക്കുന്നിടത്തോളം മുക്തമാവാൻ പറ്റില്ല. ഈ ചെയ്തു തീർക്കാനുള്ള കർമ്മത്തെയാണ് പ്രാരബ്ധ കർമ്മം എന്ന് പറയുന്നത്. നമ്മളെ ഏൽപ്പിക്കുന്ന കർമ്മം. അത് ഈ സമയം മാത്രമല്ല, മരിച്ചു കഴിഞ്ഞാലും വേറെ കർമ്മം, മരിച്ചു കഴിയുമ്പം വേറൊരു കർമ്മം നമ്മളെ തലയിൽ കെട്ടിവെച്ച് തരാം. അതെല്ലാം നമ്മളെ പ്രാരബ്ധ കർമ്മം തന്നെ. ഈ ജന്മത്തിൽ ഇപ്പം ചെയ്യേണ്ട കർമ്മങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം മുക്തി ലഭിക്കില്ല. അപ്പം നമ്മളെ ജോലി, നമ്മൾ ചെയ്യേണ്ട ജോലി പൂർണ്ണമായും തീരുമ്പോഴേ മുക്തി ലഭിക്കുള്ളൂ. മുക്തി ലഭിക്കുമ്പോൾ എന്ത് പറ്റും? കർമ്മം തീരുമ്പോൾ പിന്നെ നമ്മൾ ഞാനെന്ന ചിന്ത ഉണ്ടാക്കില്ല, ആഗ്രഹങ്ങളും ഉണ്ടാക്കില്ല. അപ്പോഴാണ് നമുക്ക് വിരക്തി വരുന്നത്, നമ്മൾ മുക്തിയിലേക്ക് പോകുന്നത്. ഈ കർമ്മം തീരാതിടത്തോളം പോകാൻ പറ്റില്ല. ഉറക്കം വിട്ടുണർന്നവൻ ഉറക്കത്തിൽ കണ്ടത് സ്മരിക്കുന്നത് പോലെ പ്രാരബ്ധ കർമ്മത്തിൻ്റെ ഫലത്തെ അനുഭവിച്ചുകൊണ്ട് തൻ ശരീരത്തെ ധരിച്ചുകൊണ്ടിരിക്കും. അപ്പം ഉറക്കം ഞെട്ടുമ്പോൾ ഉറക്കത്തിലുള്ള കാര്യം ഓർക്കുന്നത് പോലെ നമ്മളും ഓരോ ജന്മത്തിലും നമ്മൾ ചെയ്യേണ്ട ഓരോ കർമ്മങ്ങൾ അതാത് സമയത്ത് ഓർത്തോർത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകും. നമ്മൾ ചെയ്യേണ്ട, ജനിക്കുമ്പോൾ നമ്മളെ മനസ്സിൽ കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ ജനിക്കുന്നതിനെക്കാട്ടി മുമ്പിൽ നീ ഇന്നതെല്ലാമാണ് ചെയ്യേണ്ടതെന്ന് ഒറ്റയടിക്ക് നമ്മളെ മനസ്സിലിട്ട് ഓടി മിന്നി മറയുന്നുണ്ട് എന്ന് മറ്റിടത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ജീവിതത്തിലേക്ക് വരുമ്പോൾ, എന്നിട്ട് ജനിക്കുമ്പോൾ അത് മറന്നു പോകുമെങ്കിലും പിന്നെ ജീവിതത്തിൽ അതാത് സമയത്ത് അത് ഓർത്തോർത്തുകൊണ്ട് നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടേ പോകും. എന്നാൽ മറ്റൊരു ശരീരം എടുക്കുമ്പോൾ, അതായത് മരിച്ചു കഴിഞ്ഞിട്ട് മറ്റൊരു ശരീരം എടുക്കുമ്പോൾ കർമ്മവാസനകൾ പഴയ കർമ്മവാസന ഏൽക്കുന്നില്ല. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ, കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ജനിച്ചത് ആ കാലഘട്ടത്തിന് യോജിച്ച കർമ്മങ്ങളായിരുന്നു. ചിലപ്പോൾ രാജാവിനെ സേവിക്കലായിരിക്കും. ഈ ജന്മത്തിൽ രാജാവിനെ സേവിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. രാജാവൊന്നും ഈ നാട്ടിലില്ല. പിന്നെ വോട്ട് ചെയ്തിട്ട് ഉള്ള പരിപാടികളെല്ലാം വേറെ തരം പരിപാടികളാണ്. അന്ന് രാജാവ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കയറി വരും, നമ്മൾ പിന്നെ കണ്ണും കൂട്ടിയിട്ട് ഇവിടെ ഇപ്പം അതല്ല, നമ്മൾ തന്നെയാണ് വോട്ട് ചെയ്തിട്ടാക്കേണ്ടത്. അപ്പം പണ്ടത്തെ മരിച്ചു കഴിഞ്ഞാൽ പഴയതിനെ പിന്നെ അതുമായിട്ട് ബന്ധമൊന്നുമില്ല. പുതിയ കർമ്മങ്ങൾ നമ്മൾ ആ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള കർമ്മങ്ങൾ നമ്മളിലേക്ക്, കഴിഞ്ഞ കർമ്മവാസനകൾ നമ്മളെ സ്പർശിക്കില്ല. ഇനി 17, ജിതേന്ദ്രിയത്വമില്ലാത്ത ലോലഹൃദയന്, അതായത് ഈ ചിന്തകളൊന്നുമില്ലാത്ത സാധാരണക്കാരന് തപോവനത്തിലായാലും സംസാര ഭയം ഉണ്ടാകും. അവൻ ഏത് തപസ് പോലും ചെയ്തു കഴിഞ്ഞാൽ അവന് ഈ സംസാര ദുഃഖം വിടാൻ പോകുന്നില്ല. അത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ബ്രഹ്മജ്ഞാനം നേടുക, അല്ലെങ്കിൽ മനഃശാന്തി നേടാൻ വേണ്ടിയിട്ട് തപസ് ഞെട്ടിക്കുക, ഇതൊന്നും അവന് പറഞ്ഞ കാര്യമൊന്നുമില്ല, അതൊന്നും നടക്കാൻ പോകുന്നില്ല. അവൻ മനസ്സും വാക്കേന്ദ്രിയം കൂടിയുള്ള 6 ശത്രുക്കളോടുകൂടി, മനസ്സും നമ്മൾ 5 ജ്ഞാനേന്ദ്രിയങ്ങളും കാണുന്നതും കേൾക്കുന്നതും എല്ലാം അനുസരിച്ച് മനസ്സതിനെ വ്യാഖ്യാനിച്ചിട്ട് ഇതെല്ലാം നമ്മുടെ ശത്രുക്കളാണെന്ന് പറയുകയാണ്. ബ്രഹ്മസാക്ഷാത്കാരത്തിന് ഇതെല്ലാം ശത്രുക്കളാണ്. കാണാനും കേൾക്കാനും ഒന്നും പാടില്ല. നമ്മുടെ മനസ്സെപ്പോഴും ബ്രഹ്മത്തിൽ മാത്രം. പക്ഷേ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ മനസ്സും ഉണ്ടെങ്കിൽ ആകെ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. അപ്പം ശത്രു എന്ന് പറയുന്നത് ആത്മജ്ഞാനത്തിന്. അപ്പം മനസ്സും വാക്കേന്ദ്രിയങ്ങളെല്ലാം കൂടിയിട്ട് 6 ശത്രുക്കളോടുകൂടി കഴിയുന്നവൻ ഇന്ദ്രിയ നിഗ്രഹം നടത്തി ആത്മാവിൽ ആനന്ദം കണ്ടെത്തുവാൻ
ഇപ്പം നമ്മളെ ശത്രുക്കളായിട്ട് നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മനസ്സും ഈ കാണുക കേൾക്കുക എന്നീ വാക്കുകൾ ഇതെല്ലാം തന്നെയാണ്. ഇതെല്ലാമായിട്ടാണ് നമ്മൾ ഈ ഭൗതിക ലോകവുമായിട്ട് ബന്ധപ്പെടുന്നത്. അതും അതിനെ വെച്ച് മുമ്പ് മനസ്സ് ബുദ്ധി അനലൈസ് ചെയ്ത് മനസ്സ് അതിനനുസരിച്ച് ഓടി നടക്കും. അങ്ങനെ കഴിയുന്നവന് ഇന്ദ്രിയ നിഗ്രഹം നടത്തി അവൻ ഇന്ദ്രിയങ്ങളെയെല്ലാം പിടിച്ചു വെക്കാൻ കഴിവുണ്ടെങ്കിൽ, എന്നിട്ട് ആത്മാവിൽ ആനന്ദം കണ്ടെത്തുവാൻ ശ്രമിക്കുകയാണെങ്കിൽ ഗൃഹസ്ഥാശ്രമ വൃത്തിയിൽ ദോഷം സംഭവിക്കുകയില്ല. ഇപ്പം നമ്മൾ കുടുംബം പോയിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും നമ്മൾ ഇന്ദ്രിയങ്ങളെയെല്ലാം നിയന്ത്രിക്കാൻ പറ്റുകയാണെങ്കിൽ, നമ്മൾ ഇന്ദ്രിയങ്ങളെയെല്ലാം പിടിച്ചു വെച്ച് നമ്മളെ ഇന്ദ്രിയങ്ങൾ നമ്മളെ കൺട്രോളിലാണെങ്കിൽ മനസ്സും എന്തായി മാറും? നമ്മൾ കാണുക കേൾക്കുക എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനെല്ലാം നമ്മൾ പിടിച്ചു വെക്കുകയാണെങ്കിൽ മനസ്സ് തന്നെ എന്ത് ചെയ്യുകയാണ്? പിടിച്ചു വെക്കുകയാണ്. അങ്ങനെ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ചു. അപ്പോൾ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ കാണുന്നതിനും കേട്ടുന്നതിനും അനുസരിച്ചൊന്നും പ്രതികരിക്കാൻ പോകരുത്. നല്ല മനസ്സ് കട്ടിയോടുകൂടി അതിനെല്ലാം പിടിച്ചു വെക്കുകയാണെങ്കിൽ, ഗൃഹസ്ഥാശ്രമ ധർമ്മം സ്വീകരിക്കുകയാണെങ്കിലും വലിയ ദോഷമൊന്നും സംഭവിക്കില്ല എന്ന് പറയുകയാണ്. അപ്പം ഇദ്ദേഹത്തിന് ഇനി കുടുംബമെല്ലാം പോറ്റിയിട്ട് വേണം ലോകങ്ങൾ സൃഷ്ടി നടത്താൻ. അപ്പം നീ എന്ത് ചെയ്യുക? നിന്റെ ജോലി ഇപ്പം എന്താണ്? ആ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ മനസ്സിനെ പിടിച്ച് നിയന്ത്രണം ചെയ്തുകൊണ്ട് നീ ഈ കർമ്മം ചെയ്തോ വലിയ ദോഷമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇതൊന്നും വിട്ടുപോകണമെന്നൊന്നുമില്ല. ഇത് ചെയ്തേ പറ്റൂ. അതിൽ ശരിയും തെറ്റുമൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ശക്തി എന്താണ് തീരുമാനിക്കുന്നത് അതുവരെ ചെയ്തു കൊടുത്തേക്കുക. അല്ലാതെ വേറെ ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ കുടുംബത്തെ എല്ലാം വിട്ടിട്ട് ഉടുതുണി അടക്കം പഴിച്ചിട്ട് പോകണമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ശരിയായ വഴി. പക്ഷേ ഇവിടെ ഇപ്പം ഇവരുടെ തലയിൽ അതും വെച്ചു കൊടുത്തിരിക്കുകയാണ്, ഇതും വെച്ചു കൊടുത്തിരിക്കുക. രണ്ടും അവൻ തന്നെ ചെയ്യണം. അതുകൊണ്ട് ഇത് ചെയ്തല്ലേ പറ്റൂ. അതുകൊണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ നിനക്കെന്ത് സംഭവിക്കുന്നില്ല? അല്ല, അതിൻ്റെ നിശ്ചയമാണ്. അതുകൊണ്ട് ഗൃഹസ്ഥാശ്രമ വൃത്തിയിൽ ദോഷവും വലിയ സംഭവിക്കാൻ പോകുന്നില്ല. കാരണം അതല്ല, അത് അങ്ങനെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. നീ അത് ചെയ്തേ പറ്റൂ. എന്നിട്ട് 18 പറയാണ്, യാതൊരുവൻ ഇന്ദ്രിയങ്ങളെ ജയിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ഒരു ആൾ ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾ ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഗൃഹസ്ഥാശ്രമ ധർമ്മത്തിൽ ഇരുന്നു കൊണ്ട്, കാരണം പഠിക്കുന്ന കാലഘട്ടം കഴിഞ്ഞിട്ടാണ് ഗൃഹസ്ഥാശ്രമം. പഠിച്ചതെല്ലാം പ്രയോഗത്തിൽ വെച്ച് കുടുംബം പോറ്റോ ഇതല്ല. ആ സമയത്ത് ഇരുന്നു കൊണ്ട് ആരെങ്കിലും ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കാൻ പിടിച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നത് അവിടെ ഇരുന്നു കൊണ്ട് ഈ കർമ്മങ്ങളെല്ലാം ചെയ്യാം. അപ്പം ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നു കൊണ്ട് യജ്ഞത്തിലൂടെ സാവകാശം ശത്രുക്കളെ ദുർബലമാക്കണം. ആ ഗൃഹസ്ഥാശ്രമ ധർമ്മം കുടുംബം പോറ്റി ജീവിക്കുന്ന അവസരത്തിൽ തന്നെ നമ്മളെ മനസ്സിനെ എന്ത് വേണം? പിടിച്ച് ശത്രുക്കളെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ കാണുന്നതും കേൾക്കുന്നതിനെ അനുസരിച്ചൊന്നും പ്രതികരിക്കാനൊന്നും പോകരുത്. നമ്മൾ പലതും കാണുകയും കേൾക്കുകയെല്ലാം ചെയ്യും. ഒന്ന് നെവർമെൻ്റായിട്ട് അങ്ങ് കളഞ്ഞേക്കുക. ഇതിൻ്റെ അങ്ങനെ ഇരിക്കുമ്പോൾ വീട്ടുകാർക്കൊന്നും ഇഷ്ടപ്പെടില്ല. എന്നാലും നമുക്ക് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പറ്റണ്ടെങ്കിലും ഒരൊറ്റ കാര്യമുള്ളൂ. വീട്ടിൽ എന്ത് സംഭവം നടന്നാലും ഞാൻ ചെയ്യേണ്ടതെങ്കിലും ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും സംഭവങ്ങൾ ഞാനുമായിട്ട് ബന്ധപ്പെടാതെ കുടുംബകാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതിലൊന്നും എനിക്കൊരു കാര്യമില്ല. നിങ്ങളെന്തോ ആക്കുക, അമ്മയും മക്കളും ആക്കുക. എനിക്കിതൊന്നും ഒരു താല്പര്യം കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചുകൊണ്ട് ഇരിക്കുക. അപ്പം ഈ ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നു കൊണ്ട് യജ്ഞത്തിലൂടെ സാവകാശം ശത്രുക്കളെ ദുർബലമാക്കണം. ശത്രുക്കളെ ദുർബലമാക്കുന്ന കാണുന്നത് കേൾക്കുന്നത് പറയുന്നത് ഇതെല്ലാം നിർത്തണം. അതാണ് നമ്മുടെ ശത്രുക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിനെ നിർത്തണം. ചിന്തിക്കാനും പോകരുത്. വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മൾ അതിലൊന്നും തല കൊടുക്കാതെ നിന്ന് കഴിഞ്ഞാൽ ശത്രുക്കളെ എന്താക്കാൻ പറ്റും? ദുർബലരാക്കാൻ പറ്റും. അതായത് നമ്മളെ കാണുന്നില്ല, കേൾക്കുന്നില്ല, ഒന്നും പറയുന്നില്ല, ഒന്നും കേൾക്കുന്നില്ല. എനിക്ക് കുടുംബത്തിന് ഞാൻ ചെയ്തു കൊടുക്കുന്നു. ബാക്കിയുള്ള സമയം മറ്റുള്ള കാര്യങ്ങളിലൊന്നും തലയിടാതിരിക്കുക. അപ്പം വിവേകിയായവരെന്താണ് വേണ്ടത്? അവന് ഗൃഹത്തിലായാലും വനത്തിലായിക്കൊള്ളട്ടെ, വനത്തിലായിക്കോട്ടെ, അവ വീട്ടിലിരുന്നാലും
ഗ്രഹത്തിലായാലും വനത്തിലായാലും എവിടെയായാലും കോട്ടക്കുള്ളിലുള്ളവൻ ശത്രുക്കളെ ജയിക്കും. കോട്ട എന്ന് പറയുന്നത് ഗൃഹസ്ഥാശ്രമം ഒരു കോട്ടയായിട്ട് സങ്കല്പിച്ചിട്ട്, ഈ ഗൃഹസ്ഥാശ്രമ ധർമ്മം എന്ന് പറഞ്ഞാൽ ചുറ്റും അടച്ചുമുട്ടിയിരിക്കുന്ന ഒരു കോട്ടയിലിരിക്കുന്ന മാതിരി ഒന്നിലും തലയിടാതെ മറ്റുള്ള ലോകവുമായിട്ട് ഒരു ബന്ധമില്ലാതെ കോട്ടേൻ്റെ അകത്ത് എല്ലാം അടച്ചുമുട്ടിയല്ലേ പറ്റുന്ന ശത്രുക്കളെല്ലാം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് കോട്ട. അതുവരെ നമ്മളെ മനസ്സിൽ എന്ത് വേണം, ഒരു കോട്ടയാക്കി വെക്കണം. ബാക്കി പുറത്തുള്ള സംഭവവികാസങ്ങൾ വീട്ടിൻ്റെ അകത്ത് എന്ത് നടന്നാലും നമ്മളെ മനസ്സിലേക്ക് കയറരുത്. വിവേകിയായ മനുഷ്യൻ്റെ മനസ്സിൽ കയറരുത്. അങ്ങനെ നിങ്ങൾക്ക് വീട്ടിലിരിക്കാൻ പറ്റുമെങ്കിലും വീട്ടിലായിക്കോട്ടെ വനത്തിലായിക്കോട്ടെ ഒരു പ്രശ്നമില്ല വിവേകിയാണെങ്കിൽ. അതാണ് വിവേകി. ഇതെല്ലാം എത്രയാൾക്ക് ഇഷ്ടപ്പെടും ഇതെല്ലാം പറയുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അവനവന് ബ്രഹ്മസാക്ഷാത്കാരം വേണ്ടിക്ക് ഇങ്ങനെ ചെയ്തോളൂ. പക്ഷേ ചെയ്യേണ്ട കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റുള്ളൂ, അത് ചെയ്തേ പറ്റും. എൻ്റെ 19 പറയുകയാണ്, നീ ശ്രീ പത്മനാഭനാകുന്ന ആ ഈശ്വരൻ്റെ പാദമുകുളമാകുന്ന കോട്ടയെ ആശ്രയിച്ചവനാണ്. അതായത് നീ ശ്രീഹരിയെ ആശ്രയിച്ചവനാണ്. നീ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചവനാണ്. നിനക്ക് ഇന്ദ്രിയങ്ങളെല്ലാം നിയന്ത്രിച്ച് ഇതുവരെ നീ ഇന്ദ്രിയം നിന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പ്രശ്നമില്ല. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലാണ് കുറേ പ്രയാസമാണ്. ഇങ്ങനെ വീട്ടിലിരുന്നുകൊണ്ട് ജീവിക്കേണ്ടിരിക്കും. പക്ഷെ നീ അതൊന്നുമല്ലല്ലോ. നീ മുമ്പ് തന്നെ ശ്രീ പത്മനാഭൻ്റെ പാദപത്മങ്ങളിൽ പൂകിക്കൊണ്ടിരിക്കുന്നവനാണ്, ആശ്രയിച്ച് കഴിയുന്നവനാണ്. നീ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചവനാണ്. നീ സർവേശ്വരൻ കനിഞ്ഞരുളിയ ഭോഗത്തെ, അതുകൊണ്ട് നീ ആ സർവേശ്വരൻ എനിക്കൊരു ഭോഗലോകമാണ് തന്നിരിക്കുന്നത്. രാജാവായിട്ടാണ് ഈ പ്രപഞ്ചം മുഴുവൻ തന്നിരിക്കുക എൻ്റെ തലയിൽ, രാജാവായിട്ട്. അപ്പം അദ്ദേഹം കനിഞ്ഞരുളിയ സൗഭാഗ്യത്തെ, ഭോഗസുഖത്തെ ഗൃഹസ്ഥാശ്രമത്തിൽ വെച്ച് അനുഭവിക്കുക. നീ കുടുംബമായിട്ട് അനുഭവിച്ചോളൂ. അതാ ആ ശക്തി നിനക്ക് അനുഗ്രഹിച്ചു തന്നതാണ്. നീ അതെടുത്ത് ഉപയോഗിച്ചു. എന്നിട്ട് സർവാംഗം പരിത്യാഗിയായി ആത്മസാക്ഷാത്കാരം പിന്നീട് നേടുക. ക്രമത്തിൽ നിനക്കെന്ത് ചെയ്യാം, എല്ലാം പരിത്യജിച്ചിട്ട് എനിക്ക് ഇപ്പം നിങ്ങൾ ഈ ഭോഗസുഖമെല്ലാം അനുഭവിക്കുക. എന്നിട്ട് പിന്നെ നിനക്കെന്ത് ചെയ്യാം, ഇതെല്ലാം വിട്ടിട്ട് ആത്മസാക്ഷാത്കാരം നേടാം. എൻ്റെ 20 ശുഗൻ പറയുകയാണ്, ഇപ്രകാരം ഭഗവാന്റെ വാക്കുകൾ ശ്രവിച്ച പ്രിയവ്രതൻ ബ്രഹ്മദേവന്റെ ആജ്ഞയെ, അപ്പം ഇതെല്ലാം ഭഗവാനിൽ നിന്നും ബ്രഹ്മദേവനിൽ നിന്നും കേട്ട പ്രിയവ്രതൻ എന്ത് ചെയ്തു, അപ്രമാരമാകാം, ഞാനങ്ങനെ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് സാദരം ശിരസ വഹിച്ചു. അദ്ദേഹം പറഞ്ഞു, ശരി എന്നാൽ പിന്നെ ഞാൻ അങ്ങനെ ചെയ്തോളാം എന്ന് ശിരസ വഹിക്കുന്നു. ഇനി 21, ബ്രഹ്മാവും മനുവെല്ലാം ബ്രഹ്മാവിനെ ആദരിക്കപ്പെട്ടവനായിട്ട്, ബ്രഹ്മാവിനെ മനു ആദരിച്ചു, ബഹുമാനിച്ചു. എന്തുകൊണ്ട്? ബ്രഹ്മാവ് മനുവാണ് ഇവനൊരു രാജാവായിട്ടല്ല ഇവനെ ഏൽപ്പിച്ചത്. അപ്പം ഇവനാകെ ഒരു കൺഫ്യൂഷനിലിരിക്കുകയാണ്. അപ്പോഴാണ് ബ്രഹ്മാവ് വന്നിട്ട് അതെല്ലാം അവനെ പറഞ്ഞ് ശരിയാക്കി കൊടുത്തത്. അപ്പോൾ അദ്ദേഹത്തോട് വലിയ ആദരവ് തോന്നി. അപ്പം പ്രിയംവ്രതനും അവിടെ നാരദനും ഉണ്ടല്ലോ, നാരദനും നോക്കി നിൽക്കെ തൻ്റെ ആവാസ സ്ഥാനത്തേക്ക് നിർഗുണ ബ്രഹ്മത്തെ ധ്യാനിച്ചുകൊണ്ട് യാത്രയായി. അപ്പം ബ്രഹ്മാവ് എന്ത് ചെയ്തു, തൻ്റെ വാസസ്ഥലത്തേക്ക് ഇവരെല്ലാം നോക്കി നിൽക്കെ ബ്രഹ്മത്തെ ധ്യാനിച്ചുകൊണ്ട്, അദ്ദേഹം ബ്രഹ്മത്തെ ധ്യാനിച്ചുകൊണ്ടാണ് പോകുന്നത്. ബ്രഹ്മത്തിൻ്റെ ചിന്ത, ബ്രഹ്മം പറഞ്ഞു വിട്ട മാതിരിയാണ് ഇത് വന്നിരിക്കുന്നത്. ബ്രഹ്മം പറഞ്ഞു വിട്ടിട്ടുണ്ട്, പോയി അവനെ ശരിയാക്കി എടുത്തത്. ഇതെല്ലാം അത് നിർദ്ദേശിച്ച വഴിയിലൂടെയാണ് ബ്രഹ്മാവും പോകുന്നത്. അപ്പം ബ്രഹ്മത്തെ ധ്യാനിച്ചുകൊണ്ട്, ഞാനിനി എന്താ ചെയ്യേണ്ട, എല്ലാം ചെയ്തത് ശരിയായിട്ടില്ല, ഞാൻ എൻ്റെ ജോലി ഭംഗിയായിട്ട് നിർവഹിച്ചില്ല എന്ന നിലയിൽ ബ്രഹ്മത്തെ ധ്യാനിച്ചുകൊണ്ട് യാത്രയായി. ഇനി 22 സ്വയംഭൂ മനു. അപ്പം സ്വയംഭൂ മനുവിനെന്തായി, ബ്രഹ്മദേവനാൽ സാധിച്ചു കൊടുക്കപ്പെട്ട അഭിലാഷത്തെ ബ്രഹ്മദേവൻ എന്ത് ചെയ്തുകൊണ്ട്, സ്വയംഭൂവന് മകനെ ഏൽപ്പിക്കാൻ നിൽക്കുമ്പോഴല്ലേ മകൻ ഈ കൺഫ്യൂഷനായിട്ട് നിന്നത്. അപ്പം ബ്രഹ്മദേവൻ വന്നിട്ട്
അവനെ പറഞ്ഞ് ശരിയാക്കിയല്ലോ. അപ്പം ബ്രഹ്മദേവനാൽ സാധിപ്പിച്ചു കൊടുത്ത അഭിലാഷത്തെ അപ്പോൾ സാധിപ്പിച്ചു കൊടുത്തോണ്ട് അദ്ദേഹത്തിൻ്റെ ഭാരം കുറഞ്ഞു, അദ്ദേഹത്തിന് സന്തോഷമായി. പിന്നെ നാരദൻ്റെ അനുവാദത്തോടുകൂടി, നാരദൻ എന്ന് പറഞ്ഞാൽ സ്വന്തം മനസ്സ് തന്നെയാണല്ലോ. അപ്പം നാരദൻ, അതായത് അദ്ദേഹത്തിൻ്റെ മനസ്സ് പറഞ്ഞു, ഇനിയിപ്പം കാര്യമെല്ലാം ശരിയായില്ലേ, അവൻ തയ്യാറായില്ലേ, അതുകൊണ്ട് നീ എന്ത് ചെയ്യുക, ലോകത്തെ ഭൂലോകത്തിൽ യോഗക്ഷേമ സംരക്ഷണത്തിനുള്ള എല്ലാ കാര്യങ്ങളും, ഈ ലോകത്തെ സംരക്ഷിക്കാനുള്ള എല്ലാ ഉത്തരവാദിത്വവും പ്രിയവ്രതനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഗൃഹസ്ഥാശ്രമ ധർമ്മമെല്ലാം ഉപേക്ഷിച്ചിട്ട് അതിൽ നിന്നും വിരമിച്ചു. അപ്പം അദ്ദേഹത്തിൻ്റെ ജോലിയും കഴിഞ്ഞു, ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞു, മക്കളെ ഏൽപ്പിച്ചു. അപ്പം നമ്മളെ ജോലി എന്താണ്, നമ്മൾ മക്കൾ വലുതാവുമ്പോൾ നമ്മളെ കർമ്മമെല്ലാം തീരുമ്പോൾ മക്കളെ ഏൽപ്പിച്ചിട്ട് പിന്നെ നമ്മൾ നമ്മളെ വഴിക്ക് പോകണം, പിന്നെ അതിലൊന്നും വിട്ടെറിഞ്ഞ് പോകണം. 23 പറയുകയാണ്, അങ്ങനെ ആ രാജാവ് പ്രിയംവ്രതൻ ഈശ്വരേച്ഛയാൽ, ഈശ്വരൻ്റെ തീരുമാനപ്രകാരമാണ് അദ്ദേഹം ഇനി എല്ലാം ചെയ്യാൻ പോകുന്നത്. ഈശ്വരൻ തീരുമാനിച്ചതേ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഈശ്വരേച്ഛയാൽ വരുത്തി വെക്കപ്പെട്ട കർമാധികാരത്തോടുകൂടി, ഈശ്വരൻ്റെ ഇച്ഛയോടുകൂടി കിട്ടിയതാണ് ഈ കർമ്മങ്ങളെല്ലാം. എന്ത് ചെയ്യണം എന്നുള്ള കർമ്മം രാജാവായി ഭരണം ഏറ്റെടുക്കുക, എന്നിട്ട് ഇന്നെല്ലാം ചെയ്യുക. അപ്പോൾ ഈശ്വരേച്ഛയാൽ വരുത്തി വെക്കപ്പെട്ട കർമാധികാരത്തോടുകൂടി സംസാര ബന്ധത്തിൽപ്പെടാതെ, അപ്പോൾ എങ്ങനെയാണ് ഭരണം നടത്തുന്നത്, സംസാര ബന്ധങ്ങൾ, അദ്ദേഹത്തിന് ആരുമായിട്ട് ഒരു ബന്ധവും ഇല്ല. നമ്മൾ അങ്ങനെ നിൽക്കണമെന്നാണ് കുടുംബത്തിൽ, ഭാര്യ മക്കൾ അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും ചിന്തിക്കാതെ നമ്മളെ കർമ്മം ചെയ്യണം. ചെയ്യേണ്ട കർമ്മമുണ്ട്, അത് ചെയ്തു കൊടുത്തേക്കണം. പക്ഷെ ആ ബന്ധമൊന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ തരത്തിൽ അദ്ദേഹം സംസാര ബന്ധത്തിൽ പെടാതെ നിന്തിരുവടിയെ ധ്യാനിച്ചുകൊണ്ട് എപ്പോഴും അതിനെ ധ്യാനിക്കണം. അതായത് നിനക്ക് വേണ്ടിയാണ് ഞാൻ ഈ കർമ്മം ചെയ്യുന്നത്, നീ എന്നെ ഏൽപ്പിച്ച കർമ്മം ഇതാ ഞാൻ ചെയ്തു കൊടുത്തിരിക്കുന്നു, ഈ നിലയിലുള്ള എപ്പോഴും ആ നിന്തിരുവടിയെ ധ്യാനിച്ചുകൊണ്ട് വെന്തരിഞ്ഞ മനസ്സിൻ്റെ മനോമാലിന്യങ്ങളെയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് മനസ്സിലുള്ള ദുഷിച്ച പ്രവണതകളെയെല്ലാം, മനസ്സ് ശുദ്ധമായി, ബന്ധം വിട്ടാൽ തന്നെ മനസ്സ് ശുദ്ധമാണ്. അപ്പം എല്ലാ മനസ്സും ശുദ്ധമാക്കിക്കൊണ്ട് മാലിന്യങ്ങളെല്ലാം അടിച്ച് കളഞ്ഞുകൊണ്ട് ബ്രഹ്മാദികൾക്ക്, ബ്രഹ്മദേവൻ്റെ നിർദ്ദേശപ്രകാരമാണല്ലോ എല്ലാം ചെയ്യുന്നത്, ബ്രഹ്മാദികൾക്ക് അഭിമാനം വരുത്തുന്നത് പോലെ, സൃഷ്ടിയുടെ ഉത്തരവാദിത്തമാക്കാണ് ആ ശക്തി ഏൽപ്പിച്ചിരിക്കുന്ന ബ്രഹ്മാവിനാണ്. ബ്രഹ്മാവ് മനുവിലൂട്ടെ വ്രതവ്രതനോട്ട് ഇങ്ങനെ വരികയല്ലേ. അപ്പം ഇയാൾ ആർക്കു വേണ്ടിയാണ്, അദ്ദേഹത്തിൻ്റെ ബോസാരാണ് ബ്രഹ്മദേവൻ. അപ്പം ഇദ്ദേഹം ശരിക്കും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മദേവനാണ് ഇതിൻ്റെ ക്രെഡിറ്റ്. ഇപ്പം ബ്രഹ്മാദികൾക്ക് അഭിമാനം വളർത്തുന്നത് പോലെ ഭൂമണ്ഡലത്തെ അടയ്ക്കുവാണ്. അങ്ങനെ അദ്ദേഹം ഈ ലോകത്തെ ഭൂമണ്ഡലത്തെ, ഇരയുടെ 14 ലോകം എന്ന് പറയുന്ന തരത്തിലുള്ള ആ സ്പേസിനെ അടയ്ക്കുവാണ്. ഇനി 24-25 പറയാണ്, അനന്തരം അയാൾ വിശ്വകർമാവ്, വിശ്വകർമാവ് എന്ന് പറഞ്ഞാൽ ഒരു പ്രജാപതി. നമുക്കറിയാലോ വിശ്വകർമാവ് എന്ന് പറഞ്ഞാൽ വിശ്വത്തെ നിർമ്മിക്കുന്ന കർമാധിപതി. ഇന്നത്തെ നിലയിൽ പറഞ്ഞാൽ വിശ്വത്തിൻ്റെ എഞ്ചിനീയർ എന്ന് പറയുക. അപ്പം ആ എഞ്ചിനീയറുടെ മകളെ, അപ്പം പുരുഷനും പ്രകൃതിയും, പ്രിയംവ്രതനും വിശ്വകർമാവ്, എഞ്ചിനീയറുടെ മകൾ എന്ന് പറഞ്ഞാൽ പ്ലാന് എന്നെല്ലാം പറയാം, അല്ലെങ്കിൽ അതിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്ന ഈ ലോകം. അതിനാണ് വിശ്വകർമാവിൻ്റെ മകൾ ബഹിഷ്മയെ വിവാഹം ചെയ്തു. അപ്പോൾ അതിലൂടെയാണ് ഇനി സൃഷ്ടികർമ്മം നടത്തേണ്ടത്. അവളിലൂടെ അദ്ദേഹത്തിന് യോജിച്ചതായ 10 പുത്രന്മാരെയും 1 പുത്രിയെയും ജനിപ്പിച്ചു. പുത്രീൻ്റെ പേര് ഊർജസ്വതി. പുത്രന്മാരുടെ പേര് അഗ്നിദ്രൻ, യിത്മജൻ, യിത്മജിസ്വൻ, യജ്ഞബാഹു, മഹാവീരൻ, സവനൻ, ഹിരണ്യതേജസ്, കൃതപൃഷ്ഠൻ, മേധാതിരി, വിധിഹോത്രൻ, കവി എന്നിവർ.
ഇങ്ങനെ 10 പുത്രന്മാരാണ്. ഇവരെല്ലാം അഗ്നിയുടെ പര്യായങ്ങളാണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം പുത്രന്മാരാണെന്ന് പറയുമ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മൾ കണ്ണുമൂക്കുള്ള ആളായിട്ടൊന്ന് ചിന്തിച്ചത് ഇത് അഗ്നിയുടെ പര്യായങ്ങളാണ്. അപ്പം പലതരം അഗ്നികളിലൂടെ ഊർജത്തിലൂടെയാണ് സൃഷ്ടിക്രമം നടക്കുന്നത്. അപ്പം ആ പ്രേരക ശക്തി, പ്രിയവ്രതൻ എന്ന പ്രേരക ശക്തി ഊർജമാണ് ദ്രവ്യമായി മാറാൻ പോകുന്നത്. അപ്പം ഊർജം തന്നെ പല രൂപത്തിലുണ്ട്. അപ്പോൾ ഊർജത്തിൻ്റെ പര്യായങ്ങളായിട്ടാണ് ഈ 10 ഊർജങ്ങളെ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പുത്രന്മാരായിട്ട്. അപ്പം നമ്മൾ ചിന്തിക്കണം, സൃഷ്ടിയാണ്, പ്രപഞ്ചം സൃഷ്ടിക്കുകയാണ് പ്രിയവ്രതൻ്റെ മന്വന്തരം തുടങ്ങുമ്പോൾ ആദ്യം പ്രപഞ്ചമാണ് ഉണ്ടാകേണ്ടത്. ആ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് പ്രേരകം ഏതിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടാകുന്നത്? ഊർജത്തിലാണ്. E=mc². അപ്പോൾ ഊർജത്തിൻ്റെ 10 പര്യായങ്ങളായിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആദ്യം ഊർജം എന്ന തരംഗ രൂപത്തിലാണ് പ്രപഞ്ചത്തിൻ്റെ ആദ്യത്തെ തുടക്കം അവിടെ നിന്നാണ്. അപ്പോൾ അതാണ് 10 പേരിൽ ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ 26-ൽ പറയുന്നു, ഇവരിൽ കവി, മഹാവീരൻ, സവനൻ എന്നിവർ നൈഷ്ഠിക ബ്രഹ്മചാരികളാണ്. ബ്രഹ്മചാരികൾ എന്ന് പറഞ്ഞാൽ ഇവർക്കൊന്നും ദ്വയമില്ല. അതായത് നൈഷ്ഠിക ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ അവർക്ക് സ്ത്രീ എന്നൊരു, അഗ്നിക്ക് സ്ത്രീ എന്താണ്? അപ്പൊ അഗ്നി എന്നത് ഊർജത്തിന്, ഈ പറയുന്ന 3 ഊർജത്തിന് അതിൻ്റെ നെഗറ്റീവ് ഇല്ല. അഗ്നിക്ക് നെഗറ്റീവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ നെഗറ്റീവ് അഗ്നി? പറയാൻ കുറച്ച് പ്രയാസമാണ്. ചൂട് കൂടിയ അഗ്നി, കുറഞ്ഞ അഗ്നി എന്നെല്ലാം പറയാമല്ലാതെ നെഗറ്റീവ് അഗ്നി എന്നെല്ലാം പറയണ്ടെങ്കിൽ, അതുപോലെ ഇവരിൽ കവി, മഹാവീരൻ, സവനൻ എന്നിവർ നൈഷ്ഠിക ബ്രഹ്മചാരികളാണ്. അവർ ആധ്യാത്മിക പാതയിൽ പരമഹംസാശ്രമത്തെ പ്രാപിച്ചു. പരമഹംസൻ എന്ന് പറയുന്നത് ഒരു ഉടുതുണിയും ഇല്ലാതെ നടക്കുന്ന സന്യാസിമാരിൽ ഏറ്റവും അവസാനം എത്തുമ്പോൾ എല്ലാ ഉടുതുണി, ആദ്യമൊന്നും സന്യാസത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതിനൊന്നും പറ്റില്ല. അവസാനം എത്തുമ്പോഴേ എല്ലാം കളഞ്ഞു കെട്ടിയിട്ട് ബ്രഹ്മമേ ശരണം എന്ന് പോകും. അതുമാതിരി അഗ്നിക്കൊന്നും വേറെ ഉടുപ്പൊന്തിയൊന്നും ആവശ്യമൊന്നുമില്ല. അതുകൊണ്ടാണ് പരമഹംസപദം എന്നെല്ലാം പറഞ്ഞിരിക്കുന്നത്. അതിന് പെണ്ണുകെട്ടലും ഇല്ല, അഗ്നിക്ക് പെണ്ണുകെട്ടലും ഇല്ല, അതിന് വേറെ ഉടുപ്പിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. അഗ്നിക്ക് ഉടുപ്പ് വേണം. അപ്പം അതിനൊന്നും ഇല്ല. ഊർജത്തിന് പൊതുവേ ആ തരത്തിൽപ്പെടുന്നതാണ്. ഇനി 27, സർവ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ച അവർ ഋഷീശ്വരന്മാരായി. അവർ ഋഷികൾക്ക് സമാനമായിട്ടാണ് അവരെ കാണേണ്ടത്. ഭഗവാനിൽ ഇടതടവില്ലാതെ ധ്യാനിച്ചുകൊണ്ട് ഭക്തിമാർഗത്തിൽ ചലിച്ചതിനാൽ എല്ലാറ്റിൻ്റെയും ഉള്ളിൽ വസിക്കുന്ന ഭഗവാനിൽ വിലയം പ്രാപിച്ചു. അപ്പം അത് ഭഗവാനിലാണ് എപ്പോഴും ആ ഒരു ധ്യാനത്തോടു കൂടി ഇരിക്കുന്നുണ്ട്. സന്യാസ ജീവിതത്തിൽ ലയിക്കുന്നതുകൊണ്ട് ആ അഗ്നി എന്നത്, ഈ 3 അഗ്നി എപ്പോഴും പ്രപഞ്ചത്തിൽ ആ ബ്രഹ്മത്തിൽ ലയിക്കുന്ന തരത്തിൽ, ബ്രഹ്മത്തിൽ നിന്ന് തിരിച്ചു വരും. ആ ഊർജം തിരിച്ച് ബ്രഹ്മത്തിലേക്ക് പോകും. അതിന് ദ്വയമില്ല. പ്രപഞ്ച സൃഷ്ടി, അതിൻ്റെ ശേഷമുണ്ടാകുന്ന പ്രപഞ്ച സൃഷ്ടിയിലാണ് എല്ലാം ദ്വയമായിട്ട് വരുന്നത്. ആദ്യമുണ്ടാകുന്ന ആ ഒരു പ്രേരക ശക്തിക്ക് ദ്വയമില്ല. ആ ഊർജത്തെയാണ് ഇവിടെ 3ആയിട്ട് പറഞ്ഞത്, 3 പേരായിട്ട്. അവര് തിരിച്ച് ബ്രഹ്മത്തിൽ തന്നെ പോകും, ബ്രഹ്മത്തിൽ നിന്ന് തിരിച്ചു വരും. ആദ്യത്തെ ആ ഒരു സ്റ്റേജ്. എന്നിട്ട് 28-ൽ പറയുകയാണ്, പ്രിയംവദന് മറ്റൊരു ഭാര്യയിൽ ഉത്തമൻ, താമസൻ, രൈവതൻ എന്നീ 3 പുത്രന്മാരുണ്ടായി. അവർ 3 പേരും 3 മന്വന്തരങ്ങളുടെ അധിപന്മാരായി.
അപ്പോൾ പ്രപഞ്ച സൃഷ്ടി നടക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു മന്വന്തരത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. മന്വന്തരങ്ങളുടെ എല്ലാ ആധിപത്യം ആർക്കാണ്? ഈ ഗ്രഹങ്ങളെല്ലാം ഉണ്ടാക്കുന്നതിൻ്റെ ചുമതല. നമ്മൾ നേരത്തെ സസ്യങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് ആ ജീവജാലങ്ങളെയെല്ലാം പരിപാലിക്കുന്ന ശക്തി വിശേഷമാണ് ജീവജാലങ്ങളുടെ എല്ലാമായിട്ട് ചിത്രീകരിച്ചത്. അതിലൂടെയാണ് ഉത്ഥാനപാതയിലൂടെയാണ്. ഇത് ഗ്രഹങ്ങളെല്ലാം ഉണ്ടാക്കുന്ന പ്രപഞ്ചഘടന ഉണ്ടാക്കുന്ന ശക്തി വിശേഷമാണ് പ്രിയംവദനിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ മന്വന്തരങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം അത് മനുവിൽ നിന്ന് തുടങ്ങിയ രണ്ടുപേർക്കായിട്ട് വിധിച്ച പ്രിയംവദനും ഉത്ഥാനപാതനും. അങ്ങനെ ഉണ്ടാക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ ഘടനയെല്ലാം തീരുമാനിക്കുന്നതിനുള്ള ഉത്തരവാദിത്തമാണ് പ്രിയംവദന് കൊടുത്തത്. അപ്പം പ്രിയംവദൻ വേറൊരു സ്ത്രീയില് 3 പുത്രന്മാരെ ജനിപ്പിച്ചിട്ട് അടുത്ത മന്വന്തരങ്ങളിലൂടെ ചുമതല കൂടി അവർക്ക് കൊടുക്കുകയാണ്. അപ്പൊ ഈ മന്വന്തരം കഴിഞ്ഞാല് അടുത്ത് വരുന്ന മന്വന്തരങ്ങളുടെ 3 മന്വന്തരങ്ങളുടെ ഒരു മന്വന്തരം കഴിഞ്ഞ് പ്രളയം നശിച്ചിട്ട് പിന്നെയും വരും. അത് ഇത്ര വർഷം നല്ല ഉണ്ട്. അപ്പൊ അതിൻ്റെ ഉത്തരവാദിത്വം 3 പുത്രന്മാർക്കായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. അവ 3 പുത്രന്മാർ പിന്നേറ്റ മന്വന്തരങ്ങളുടെ കാര്യം നോക്കിക്കോളും. ഈ മന്വന്തരത്തിന്റെ എങ്ങനെയാണോ പറയുന്നത് അതുപോലെ തന്നെയാണ് മറ്റുള്ള മന്വന്തരങ്ങളിലും എല്ലാം സംഭവിക്കാൻ പോകുന്നത്. എന്നിട്ട് ഇപ്പോൾ 29 പറയുന്ന 3 പുത്രന്മാർ, ആദ്യം ഉണ്ടായ 3 പുത്രന്മാർ നിവൃത്തി മാർഗം സ്വീകരിച്ചു, ആ വഴിക്ക് പോയല്ല നേരത്തെ പറഞ്ഞത്. ആ സമയത്ത് പ്രിയംവദൻ എന്താണ് ചെയ്തതെന്ന് വെച്ചാല് തൻ്റെ ശക്തിയാൽ, അത്രയും ഭയങ്കര ശക്തിമാനായ രാജാവാണ് അദ്ദേഹം, ഒരു ഞാണ് വലിച്ച് വിട്ടാൽ മാത്രം മതി, അമ്പ് തൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാണ് തൊട്ട് വിളിച്ചു വിട്ടാൽ തന്നെ ആ ശബ്ദം കൊണ്ട് ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം വന്നിട്ട് കീഴടങ്ങി പോകും. രാജാക്കന്മാരെല്ലാം അദ്ദേഹത്തിന് വന്ന് കാണിക്കുന്നുണ്ട്. അത്രയും ശക്തിമാനാണ് ഇങ്ങനെ. അപ്പം മറ്റുള്ള ശത്രുക്കളെല്ലാം, ശത്രു രാജ്യങ്ങൾ പോലും എല്ലാം അദ്ദേഹത്തിൻ്റെ മിത്രമായി തീരുവല്ലേ ഒളിച്ചു പോകും. അപ്പം അത്രയും ശക്തിമാനാണ് അദ്ദേഹം. അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ബാക്കിയുള്ള അതുകൊണ്ട് പിന്നെ ശത്രുക്കളൊന്നും കൊണ്ടൊന്നും ഏറ്റുമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം അദ്ദേഹത്തിൻ്റെ കീഴിൽ തന്നെ. ദിനംതോറും അങ്ങേരെ പത്നിയായിട്ട് ബഹിഷ്മയുമായിട്ട് ശൃംഗാര ചേഷ്ടകളിലെല്ലാം ഇടപെട്ടുകൊണ്ട്, സാധാരണ മായയിൽ അകപ്പെട്ടുകൊണ്ട്, മാനസികമായിട്ട് സാധാരണ ആൾക്കാരെ പോലെ തന്നെ ലജ്ജയോടും മന്ദഹാസത്തിലും കടാക്ഷത്തിലും പിന്നെ തമാശ വാക്കുകളെല്ലാം പറഞ്ഞിട്ട് ആത്മബോധമെല്ലാം നശിച്ചിട്ട് ഒരാത്മീയ ചിന്തകളൊന്നും ഇല്ലാതെ ശരിയായ ലൈംഗിക താല്പര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ഭാര്യമാരോടൊത്ത് 10 കോടി വർഷത്തോളം നാട് വാണു എന്നാണ് പറയുന്നത്. അത്രയും കാലത്തോളം പ്രപഞ്ചം അങ്ങനെ നിന്നു. എൻ്റെ 30 അതിനുശേഷം ഇപ്പം 10 കോടി വർഷങ്ങൾ കഴിഞ്ഞതിൻ്റെ ശേഷം അദ്ദേഹം പുറത്ത് നോക്കുമ്പോൾ മഹാമേരു പർവ്വതത്തെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ആദിത്യൻ, ഈ സൂര്യൻ, നമ്മുടെ സൂര്യൻ മഹാമേരു പർവ്വതത്തെ വലം വെച്ചിട്ട് പോകുന്നുണ്ട്. മഹാമേരു പർവ്വതം ഏതാണെന്നെല്ലാം ഞാൻ കഴിഞ്ഞ പ്രപഞ്ചഘടനയിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ അതിവിടെ പറയേണ്ടി വരും. അപ്പം ഈ സൂര്യൻ ഇങ്ങനെ, സൂര്യന് ഗ്രഹങ്ങൾ ചുറ്റുന്നുണ്ട്, സൂര്യൻ ഇങ്ങനെ ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. കുറേ മരുത്തുക്കളെല്ലാം ഉണ്ടെന്ന് പണ്ടത്തെ ഒരു വീഡിയോയിലെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്, പ്രപഞ്ചഘടനയെല്ലാം മുമ്പ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ സൂര്യൻ ഈ ഗ്രഹങ്ങളെല്ലാം വലിച്ചുകൊണ്ട് അന്തരീക്ഷത്തിലൂടെ എല്ലാത്തിൻ്റെ ഈ ചുറ്റും കറങ്ങുന്നുണ്ട്. അപ്പം അതിൻ്റെ കേന്ദ്രത്തിലുള്ളതാണ് മഹാമേരു പർവ്വതം. ഈ പ്രപഞ്ചഘടനയുടെ മധ്യത്തിലായി വരുന്നതാണ് മഹാമേരു പർവ്വതം. ആ പർവ്വതത്തിന് ചുറ്റും ഇങ്ങനെ വലം വെച്ചുകൊണ്ടാണ് സൂര്യൻ പോകുന്നത്. അപ്പം സൂര്യൻ അങ്ങനെ പോകുമ്പോൾ ലോകം മുഴുവൻ പ്രകാശം പരത്താൻ വേണ്ടിയാണ് പോകുന്നതെങ്കിലും ഒരു സമയം ഒരു ഭാഗത്തെ സൂര്യ വെളിച്ചം കിട്ടും, മറ്റേ ഭാഗത്ത് ഇരുട്ടാണ്. നമുക്കറിയാലോ, ഇപ്പോൾ ഒരു ബൾബ് ഈ മേശേൻ്റെ മേലോട്ട് ഇങ്ങനെ സഞ്ചരിപ്പിച്ച മേശേൻ്റെ മുകളിലല്ലേ കിട്ടും, അടിയിൽ ഇരുട്ടായിരിക്കും. ആ ബൾബ് നേരെ തിരിച്ച്
മേശക്ക് ചുറ്റും പോവുകയാണ്. അടിയിലെത്തുമ്പോഴേ അടിയിൽ കിട്ടും, മുകളിൽ കിട്ടില്ല. അതുമാതിരി പ്രപഞ്ചം മുഴുവൻ വെളിച്ചമുണ്ടാക്കാൻ വേണ്ടിയാണ് ഈ സൂര്യൻ ഇങ്ങനെ പ്രപഞ്ചം മുഴുവൻ കറങ്ങുന്നുണ്ട്. നമ്മളെ ഈ ലോകം മുഴുവൻ സഞ്ചരിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് കാണാം കുറച്ച് കഴിയുമ്പോൾ. അപ്പം ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ പകുതി ഭാഗത്തെ വെളിച്ചം കിട്ടുന്നുള്ളൂ, പകുതി ഭാഗത്ത് വെളിച്ചം കിട്ടുന്നില്ല. അപ്പം ഇദ്ദേഹത്തിന് തോന്നി ഇത് ശരിയല്ലല്ലോ, ഇതൊരു അധർമ്മമാണല്ലോ. അതുകൊണ്ട് എല്ലായിടത്തും പകലാക്കി കളയാമെന്ന് വെച്ചുകൊണ്ട് ഉദ്ദേശത്തോടെ സൗരയൂപത്തിന് തുല്യ ഫലമുള്ളതും പ്രകാശമുള്ളതുമായ രഥത്തിൽ അദ്ദേഹം ഒരു രഥത്തിലേറിയിട്ട് സൂര്യനെ പോലെ തേജസ്സോടുകൂടി പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് അദ്ദേഹവും സഞ്ചരിക്കാൻ തുടങ്ങി. എവിടെയെല്ലാം ഇരുട്ടുണ്ടോ ആ സ്ഥലത്തോട്ട് അദ്ദേഹവും പോകും. അപ്പൊ എല്ലാ സ്ഥലത്തും എന്തായി, അങ്ങനെ മേരുപർവ്വതത്തെ അദ്ദേഹവും ചുറ്റി. അപ്പൊ സൂര്യൻ ഇവിടെ നിന്ന് കിട്ടുമ്പോൾ എതിർവശത്തുനിന്ന് മറ്റേത് ചുറ്റും. ആര്? ബദനും ചുറ്റും. അപ്പൊ എല്ലായിടത്തും വെളിച്ചം കിട്ടും. അങ്ങനെ അദ്ദേഹം ആ രഥത്തിൽ ചുറ്റിക്കറങ്ങുമ്പോൾ അവിടെയുള്ള മണ്ണെല്ലാം മതിലുകളെല്ലാം പൊട്ടി എല്ലാം തട്ടി അങ്ങേര് പോയ വഴി മുഴുവൻ വെള്ളച്ചാലുകളായിട്ട് മാറി, 7 സമുദ്രങ്ങളായിട്ട് മാറി. ആ 7 സമുദ്രത്തിൻ്റെ ഇടക്കും 7 ദ്വീപുകൾ ഉണ്ടായി. ആ ദ്വീപുകളുടെ പേരാണ് ജംബു, പ്ലാക്ഷ, ക്രൗഞ്ച, ഷാൽമാലി, കുശ, പുഷ്കര, ശാഖ. അങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ ഉഴുതുമറിച്ചിട്ടാണ് ആ രഥം പോയത്. അപ്പോൾ ഒരു രഥം ഇങ്ങനെ പോകുമ്പോൾ ആ പോന്ന വഴി മുഴുവൻ വെള്ളം സമുദ്രമായി മാറി. അങ്ങനെ പോണ വഴി 7 സമുദ്രമായി മാറി. 7 സമുദ്രമായിട്ട് മാറുമ്പോൾ ആ സമുദ്രങ്ങൾ 7 സമുദ്രങ്ങളായി മാറി. ആ സമുദ്രം ചുറ്റപ്പെട്ട് കിടക്കുന്നതിൻ്റെ നടുവിലത്തെ സ്ഥലം ദ്വീപായി മാറി. അങ്ങനെ 7 ദ്വീപുകളുണ്ടായി. ആ 7 ദ്വീപുകളുടെ പേരാണ് ഈ പറഞ്ഞത്. ഇത് നമ്മൾ പണ്ട് കണ്ട ഇത് തന്നെയാണ്. പ്രപഞ്ചം എന്ന് പറയുന്നത് അപ്പോൾ ആകെ ഒരു വലിയൊരു ഗോളമായിരുന്നു. ഈ ഗോളത്തിലൂടെ അദ്ദേഹം വെളിച്ചം കിട്ടാൻ സൂര്യനെ മൂടി ചുറ്റി സഞ്ചരിക്കുമ്പോൾ ഒരു ഭാഗത്തല്ലേ കിട്ടും, മറ്റേ ഭാഗത്ത് കിട്ടില്ല. അല്ലാതെ ഇദ്ദേഹം തേടിക്കേറിയിട്ട് ഇങ്ങനെയെല്ലാം സഞ്ചരിച്ചത്, ഇങ്ങനെയെല്ലാം ചുറ്റിക്കറങ്ങി. ഈ പോന്ന വഴിയെല്ലാം നദിയായി. അപ്പം ഇതെല്ലാം ഓരോ നദികൾ. 1, 2, 3, 4, 5, 6, 7 നദിയുണ്ടായി. ഈ 7 നദിയുടെ നടുക്കുള്ള സാധനങ്ങളാണ് 7 ദ്വീപുകൾ. ഇതാണ് 7 ലോകങ്ങൾ. പ്രപഞ്ചം എന്ന് പറയുന്നത് 7 ലോകമാണെന്ന് പറഞ്ഞു. കഴിഞ്ഞ വീഡിയോയിലെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേറെ വേദത്തിൽ നിന്നായിരിക്കാം, ഋഗ്വേദത്തിൽ നിന്നായിരിക്കാം. പണ്ട് ബ്രഹ്മം തൊട്ട് കൂട്ടിലെല്ലാം പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പം 7 ലോകങ്ങളുണ്ട്. പ്രപഞ്ചം വലിയൊരു സ്പേസാണ്, ഗോളം മാതിരിയുള്ള സ്പേസാണ്. അതിൻ്റെ അകത്തോട്ട് ഇതിങ്ങനെ വട്ടത്തിൽ സഞ്ചരിച്ചപ്പോൾ, ഇതേ രഥം ഒതിച്ചപ്പോൾ അത് 7 ദ്വീപുകളായി മാറി. ഈ ദ്വീപുകളെല്ലാം വെള്ളം കൊണ്ട് സെപ്പറേറ്റ് ചെയ്ത് കിടക്കുകയാണ്. അതുകൊണ്ട് ദ്വീപ് എന്ന് പറഞ്ഞാൽ ചുറ്റും വെള്ളം പോകണം. അപ്പോൾ അതേ പോയ വഴിയെല്ലാണ് വെള്ളം സമുദ്രമായി മാറിയത്. അപ്പോൾ 7 സമുദ്രങ്ങളുണ്ട്, 7 ദ്വീപുകളുണ്ട്. ഇതാണ് പ്രപഞ്ചം. നടുവിലുള്ളതാണ് ജംബുദ്വീപ്. അതിൻ്റെ പേരും പറഞ്ഞിട്ടുണ്ട്, ജംബുദ്വീപ്. ബാക്കിയുള്ള ദ്വീപിനെല്ലാം പേര് കൊടുത്തിട്ടുണ്ട്. പ്രപഞ്ചഘടനയാണ് ഇത് പറയുന്നത്. ഈ ജംബുദ്വീപിലാണ് ഇതിൻ്റെ നടുവിലാണ് മേരുപർവ്വതം ഉള്ളത്. ഇത് നമ്മൾ വേറൊരുത്തിയിൽ കണ്ട കഥയിൽ ഇദ്ദേഹം ചെയ്തതായിട്ടല്ല പറഞ്ഞിരിക്കുന്നത്.
ഇന്ദ്രനാണ് ആ ഗർഭത്തെ മുമ്പ് പ്രപഞ്ച സൃഷ്ടി ഉണ്ടായപ്പോൾ പ്രപഞ്ചം ആദ്യം ഒരു ബോളുമാരിയായി തീർന്നു. അത് അസുരമാതാവിൻ്റെ ഗർഭത്തിലെ ശിശുവിനെ ഇന്ദ്രൻ കയറിയിട്ട് വെട്ടി ഏഴാക്കിയിട്ട് മാറ്റി എന്ന് പറഞ്ഞു. അതാണ് 7 ലോകങ്ങൾ. പിന്നെ ഓരോന്നിനെയും പിന്നെ ഏഴായിട്ട് വെട്ടി. അങ്ങനെ 7 49 മരുത്തുക്കൾ ഉണ്ട് എന്ന് നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ട്. അപ്പം പ്രപഞ്ചം എന്ന് പറയുന്ന ബോള് അതിനെ 7ആക്കി വെട്ടി. അങ്ങനെ 7 ബോളുകളായി. ഓരോ ബോളിനെയും പിന്നെ 7ആക്കി വെട്ടി. അങ്ങനെ 49ആയി. ആ പറയുന്ന സംഗതി തന്നെയാണ്. പിന്നെയും വെട്ടിയതിനെ പറ്റി പറഞ്ഞിട്ടില്ല. ആദ്യം വെട്ടി 7ആക്കിയതാണ്. അപ്പോൾ ആദ്യം പ്രപഞ്ചം ഒരു വലിയ ബോളുമാരി ഉണ്ടായിട്ട് പിന്നെ അത് പൊട്ടിത്തെറിച്ചതിനാണ് നമ്മൾ പിന്നെ ഇപ്പം എന്ത് പറയുന്നത്, ബിഗ് ബാങ് തിയറി എന്നെല്ലാം പണ്ട് ഇപ്പം പറയുന്നത്. വലിയൊരു പൊട്ടിത്തെറി നടന്നിരുന്നത്. ഈ പൊട്ടിത്തെറിയാണ് ഇന്ദ്രൻ കയറിയിട്ട് അന്ന് ഗർഭത്തിലുള്ള ശിശുവിനെ 7ആയിട്ട് പൊട്ടിച്ചതായിട്ട് ചിത്രീകരിച്ചത്. അങ്ങനെ 7 ലോകങ്ങളുണ്ടായി. അത് തന്നെയാണ് ഇവിടെയും പറയുന്ന ഏത് ഈ 7 ലോകങ്ങൾ. ഇപ്പം പ്രപഞ്ചത്തിൻ്റെ ഘടനയാണ്. ഇതിൻ്റെ പേരെല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഓരോ രാജ്യത്തിൻ്റെയും ഇതാണ് 7 ലോകം. നടുവിലൊന്നും ഇതിൽ ഓരോന്നിനും 7ആക്കിയിട്ടുണ്ട്. അങ്ങനെയെല്ലാം 49. അതിൻ്റെ ഇതിലാണ് നമ്മളുള്ളത്. ഇതിലാണ് ഭൂമിയുള്ളത്. ഇതിൽ തന്നെ കോടിക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട്. അതിലൊന്നിലാണ് നമ്മളുള്ളത്. അപ്പൊ 7 ലോകങ്ങൾ ഉണ്ടായതാണ്. ഇതാണ് ബിഗ് ബാങ് തിയറിയായിട്ട് പൊട്ടിത്തെറിച്ചതാണ്. ഇവിടെ എന്തായിട്ട് പറയുന്നത്, പ്രിയംവ്രതന് ഇങ്ങനെ എല്ലായിടത്തും വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വട്ടത്തിൽ കറങ്ങിയപ്പോൾ ചാല് ഉഴുതമാലിയായി. അങ്ങനെ അവിടെയെല്ലാം വെള്ളമായി. അപ്പം 7 ലോകങ്ങളായിട്ട് മാറി. അതിനെല്ലാം ചുറ്റിയിട്ട് വെള്ളം കിടക്കുകയാണ്, സമുദ്രം കിടക്കുകയാണ്. പിന്നെ അതിൻ്റെ പേരെല്ലാം പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് ഇത് 7 എന്ത് തരം വെള്ളമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 33 ഉപ്പ് വെള്ളമുണ്ട്, കരിമ്പിൻ നീരുണ്ട്, മദ്യജലമുണ്ട്, നെയ്യുണ്ട്, പാലുണ്ട്, തൈരുണ്ട്, ശുദ്ധജലം. ഇവയിലൂടെ ഈ 7 നദികളിലൂടെ തേനും മദ്യം എല്ലാം ഒഴുകുന്നു. ഇതെല്ലാം വെച്ചുകൊണ്ടാണ് വേറെ ചിലയിടത്ത് നമ്മൾ ചില മതഗ്രന്ഥങ്ങളിൽ കളിയാ സ്വർഗത്തിൽ തേൻ ഒഴുകുന്ന നദിയുണ്ട്, മറ്റേ ഇതെല്ലാം ഒഴുകുന്നുണ്ട്. ഇപ്പൊ ഈ സ്വഭാവം പറയാൻ കാരണം ഈ നദികളെ ആയിട്ട് ചിത്രം ഇതെല്ലാം അതിനെ വേർപെടുത്തിയിട്ടാണ് കിടക്കുന്നത്. 7 ലോകമാതിരി കിടക്കുകയാണ്, ഗോളം മാതിരി. അതെല്ലാം സ്പേസ് വേർപെട്ടിട്ടുണ്ട്. ഈ സ്പേസിൻ്റെ ഇടയ്ക്കുള്ള ആ സ്വഭാവത്തെ, ആ പ്രദേശത്തിൻ്റെ സ്വഭാവത്തെയാണ് ഇവിടെ ഉപ്പുവെള്ളം പോലെ, കരിമ്പ് നീര് പോലെ, മദ്യജലം പോലെ എന്നെല്ലാം പറഞ്ഞ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു മദ്യജലം പോലെയുള്ള ഒരു നേച്ചറാണ് അവിടെയുള്ളത്. ആ അർത്ഥത്തിൽ അതിനെ എടുക്കണം. ഉപ്പുവെള്ളം പോലെയുള്ള ഒരു നേച്ചറാണ് മറ്റേ സ്ഥലത്തുള്ളത്. ആ ഇടയ്ക്കുള്ള സ്ഥലത്ത് ഈ രഥം ഓടി എന്ന് പറയുന്ന, കഥയിലെ രഥം ഓടി എന്ന് പറയുന്ന, അപ്പോൾ ആദ്യം പ്രിയംവദൻ ചെയ്തത് എന്താണ്, ഈ വലിയ ഒരു പ്രപഞ്ചം ആദ്യം ഉണ്ടായപ്പോൾ അതിനെ വെട്ടിയിട്ട് 7ആക്കി മാറ്റി. 7 ലോകങ്ങളായി. അതാണ് ബിഗ് ബാങ് എന്ന് പറയുന്നത്. അത് വേറൊരു കഥയിൽ ഇന്ദ്രനാണ് അസുരമാതാവിൻ്റെ ആ വയറ്റിലെ ഗർഭത്തെ 7ആയിട്ട് മുറിച്ചത്. എൻ്റെ രുദ്രഗണങ്ങൾ, അവിടെ രുദ്രൻ എന്നാണ് പേര് കൊടുത്തത്, രുദ്രഗണങ്ങൾ എന്നാണ്. അത് 49 ഉണ്ട്. അത് 2 വട്ടം വെട്ടിയത് കൊണ്ട് എല്ലാം കൂടി 7 ആദ്യം 7ആക്കി. ഇപ്പം 7 ലോകങ്ങൾ ഓരോന്നിനെയും പിന്നെ 7ആക്കി. അങ്ങനെ 49ആയി. അതിൻ്റെ ഇടയ്ക്കെല്ലാം നദികളുമാരി സ്പേസ് ഉണ്ട്. ആ 7ആക്കുന്നതിൻ്റെ 7 ചുറ്റുമുള്ളതാണ് ഇന്ന ജലം ഒഴുകുന്നു എന്ന് പറഞ്ഞത്. എന്നിട്ടോ ഓരോ ദ്വീപിനെ എങ്ങനെയാണ് വലുപ്പം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വലുപ്പവും പറഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു ദ്വീപിൻ്റെ ഇരട്ടി വലുപ്പം അടുത്തതിനുണ്ട്, അതിനെക്കാട്ടി ഇരട്ടിയുണ്ട് മറ്റേ. ഇങ്ങനെയെല്ലാം അതിൻ്റെ വലുപ്പത്തിലും വ്യത്യാസം പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നിട്ട് പ്രിയംവദൻ എന്ത് ചെയ്തു, 7 പുത്രന്മാരെ അവരുടെ അധിപന്മാരാക്കി മാറ്റി. അപ്പം പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന, പ്രപഞ്ച സൃഷ്ടിയുടെ പിന്നിൽ പ്രവർത്തിച്ച ശക്തിവിശേഷങ്ങളാണ്
ഈ പ്രിയംവദൻ. അതാണ് പ്രപഞ്ച ആ പരമാത്മാവെന്ന പ്ലാൻ അനുസരിച്ച് ആദ്യം ഉണ്ടാകുക വലിയൊരു ഗോളത്തെ 7ആയിട്ട് മുറിച്ചിട്ട് 7 ലോകങ്ങളാക്കി. ഓരോന്നിനും പ്രിയംവദന്റെ പുത്രന്മാരെ അധികാരം കൊടുത്തു. അപ്പൊ കഥയിലോട്ട് വരുമ്പോൾ ഇനി പുത്രന്മാരായിരിക്കും ഓരോന്നിനും 7ആയിട്ട് വിഭജിക്കുക. കാരണം ഓരോന്നും പുത്രന് കൊടുത്താൽ പിന്നെ പുത്രന്റെ ജോലിയല്ലേ. പക്ഷേ മറ്റേ കഥയിൽ വേറൊരു രൂപത്തിൽ വിളിച്ചു. എല്ലാം പ്രപഞ്ചഘടന തന്നെയാണ്, പറയുന്ന ഒരേ സംഗതി തന്നെ ആണ്. എൻ്റെ പുത്രിയായ ഊർജസ്വതി ശുക്രാചാര്യ മഹർഷിയെ വിവാഹം ചെയ്തു കൊടുത്തു. ഊർജസ്വതി എന്നത് അത് വേറൊരു പ്രേരക ശക്തിയാണ്. അത് ശുക്ര മഹർഷിയെ വിവാഹം ചെയ്തു കൊടുത്തു. ശുക്രഗ്രഹത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി വിശേഷമാണ് ശുക്ര മഹർഷിയായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പം ഭൂമിയിലുള്ള ഗ്രഹം ശുക്രഗ്രഹം, അതിൻ്റെ ദ്വയമാണ് ഈ പറയുന്ന ഊർജസ്വതി. അവളിലാണ് ദേവയാനി പറഞ്ഞതെന്നും പറഞ്ഞ് ഇവിടെ നിർത്തുന്നുണ്ട്. പിന്നെ ആ കഥ വേറെ പോകുന്നുണ്ട്. ദേവയാനീൻ്റെ കഥയെല്ലാം പിന്നീട് പോകും. ഇനി 35 പിന്നെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, അങ്ങനെ ശ്രീഹരിയുടെ തൃപ്പാദങ്ങളിൽ മനസ്സ് ചിന്ത അർപ്പിച്ചുകൊണ്ട് പിന്നെ അദ്ദേഹം എന്ത് ചെയ്ത് 6 ഇന്ദ്രിയങ്ങളെ കീഴടക്കാൻ, അദ്ദേഹം 6 ഇന്ദ്രിയങ്ങളെല്ലാം കീഴടക്കിയവനാണ് പ്രിയംവദൻ. അദ്ദേഹം ഇത്രയും വലിയ കാര്യങ്ങൾ പ്രപഞ്ച സൃഷ്ടിയെല്ലാം നടത്തി. അപ്പോൾ അതെങ്ങനെയാണ് സാധിച്ചതെന്നുള്ളതാണ് ഈ 35 പറയുകയാണ്. അങ്ങനെ ശ്രീഹരിയുടെ തൃപ്പാദങ്ങളിൽ ചിന്ത വെച്ചുകൊണ്ട് 6 ഇന്ദ്രിയങ്ങളെയും കീഴടക്കിയവന് നേടാൻ പറ്റാത്തതായിട്ട് ഈ ലോകത്തിൽ ഒന്നുമില്ല. അതായത് അത്രയും ആ ശ്രീഹരിയിൽ ചിന്ത വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ 7 ലോകങ്ങളും സൃഷ്ടിച്ചത്. അതായത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി ആദ്യം വലിയൊരു ലോകമുണ്ടാകുന്നു, അതിനൊരു ബിഗ് ബാങ്ങിലൂടെ പൊട്ടിച്ച് 7 ഭാഗമായി ഗോളങ്ങളാക്കി മാറ്റുന്നു. അത് പ്രിയംവദൻ, ആ പിന്നിൽ പ്രവർത്തിച്ച ശക്തി വിശേഷത്തെ പ്രിയംവദൻ എന്ന് പറയുന്നു. അതെല്ലാം ആ പ്രപഞ്ച ശക്തിയുടെ പ്രേരണയാലാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത്. ഇതെന്ത് പറയാം, ചണ്ടാലൻ പോലും ആ പേര് തിരുനാമം ഒരിക്കൽ വിളിച്ചാൽ അവൻ സംസാര ദുഃഖത്തിൽ നിന്നെല്ലാം ബന്ധനത്തിൽ നിന്നെല്ലാം അകന്നു മാറും എന്ന് പറയുകയാണ്. അത്രയും അതിൻ്റെ ശക്തി പറയുകയാണ്. ബിഗ് ബാങ് എന്ന് നമ്മളിപ്പോൾ പറയുമ്പോൾ തന്നെ ശാസ്ത്രജ്ഞന്മാർ അന്തം വിട്ടിട്ടാണ് പറയുന്നത്. അത്രയും വലിയൊരു പൊട്ടിത്തെറിയിലൂടെയാണ് ലോകത്തെ 7 ഗോളങ്ങളാക്കി മാറ്റിയത്. ആ പിന്നിൽ പ്രവർത്തിച്ച പ്രേരക ശക്തിയാണ് പ്രിയംവദൻ. അങ്ങനെ 36 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു ദിവസം പ്രിയംവദൻ ശ്രീ നാരദന്റെ പാദസേവയ്ക്ക് ശേഷം, അപ്പൊ അദ്ദേഹത്തിന്റെ കർമ്മമെല്ലാം കഴിഞ്ഞു. 7 ലോകം സൃഷ്ടിക്കായിരുന്നു അദ്ദേഹത്തിന്റെ കർമ്മം. അപ്പൊ അദ്ദേഹത്തിന്റെ കർമ്മം കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ നാരദൻ എന്ത് തോന്നിപ്പിച്ചു? നാരദന്റെ പാദസേവയ്ക്ക് ശേഷം രാജഗുണങ്ങളുടെ സമ്പർക്കത്താൽ, രാജാവെന്ന ഒരു സ്ഥാനത്ത് ഇരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഫലമായിട്ട് ആത്മാവിനെ ആനന്ദശൂന്യമായ നിലയിൽ കണ്ടുകൊണ്ട്, ആത്മാവിനെ ആനന്ദശൂന്യമെന്ന നിലയിൽ, ആത്മാവിനെ മറന്നുകൊണ്ടാണ് രാജാവെന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ചത്. അതിൽ അദ്ദേഹത്തിന് വെറുപ്പ് തോന്നി. പെട്ടെന്ന് അദ്ദേഹത്തിന് മനസ്സ് മതി, ഞാനിതെല്ലാം ചെയ്തു, എന്ത് മണ്ടത്തര ഇതല്ല, ഇതിലൊന്നും ഒരു അർത്ഥമില്ല. കാരണം അദ്ദേഹം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ മനസ്സിൽ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ ജോലി കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് വിരക്തി ഉണ്ടായി. അപ്പോൾ അദ്ദേഹത്തിന് എന്തോ ഈ കാര്യങ്ങളിലെല്ലാം വെറുപ്പ് തോന്നി. ഇങ്ങനെ പറഞ്ഞു, കഷ്ടം. ഉപദേശം അദ്ദേഹം പറയുകയാണ്. മുപ്പത്താറിൽ പറയാണ്, കഷ്ടം, കൊള്ളരുതായ്മ കാണിക്കപ്പെട്ടു. ഞാൻ കൊള്ളാത്ത പ്രവൃത്തികൾ, നീ വലിയൊന്നുമില്ലാതെ നിസ്സാര കാര്യങ്ങളാണ് കാണിക്കപ്പെട്ടത്. കാരണം ഞാൻ ഇന്ദ്രിയങ്ങളുടെ മായയിൽ അകപ്പെട്ടിട്ട്, ഞാൻ മായാലോകത്താണ്.
ദുർഘട വിഷമങ്ങളാകുന്ന പൊട്ടക്കിണറ്റിൽ പതിച്ചു കിടക്കുകയായിരുന്നു. ഞാൻ ഇതുവരെ ഇന്ദ്രിയങ്ങളുടെ മായയിൽ അകപ്പെട്ടിട്ട് പല ദുർഘട വിഷമങ്ങളും ഉൾക്കൊള്ളുന്ന പൊട്ടക്കിണറ്റിൽ അകപ്പെട്ടിരിക്കുകയാണ്. ആകയാൽ ഇനി ഇതെല്ലാം മതി മതി, ഇനി എന്നെക്കൊണ്ട് ഇതൊന്നും വയ്യ. കാരണം ഇതുവരെ ഞാൻ എന്തല്ലോ കാട്ടിക്കൂട്ടി, ഇനി മതി മതി. ഈ സ്ത്രീയുടെ, സ്ത്രീ എന്ന് പറഞ്ഞാൽ ഈ മായ മോഹിനിയുടെ, ഈ മായ ഒരു സ്ത്രീ ആയിട്ടാണല്ലോ ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ മായാകുന്ന സ്ത്രീയുടെ ഒരു കളി കുരങ്ങായിട്ടാണ് ഞാൻ, ആ മായ കളിപ്പിക്കുന്ന ഒരു കുരങ്ങായിട്ടാണ് ഞാൻ ഇതുവരെ മുന്നോട്ട് പോയത്. ഇനി ആ കുരങ്ങ് കളിയൊന്നും പറ്റില്ല, അതിനെ ധിക്കരിക്കണം ധിക്കരിക്കണം എന്ന് തന്നെത്താൻ പറയാൻ തുടങ്ങി. ഈ കുരങ്ങൻ കളിക്ക് എനിക്ക് ഞാനില്ല, ഈ മായ എന്നെ കൊണ്ട് കുരങ്ങൻ കളി കളിപ്പിക്കുകയാണ്, അതിനെ ഇനി ഞാൻ ധിക്കരിച്ചേ പറ്റൂ എന്ന് സ്വയം തന്നെത്താനത് പ്രിയംവദം പറഞ്ഞു. അതായത് അദ്ദേഹത്തിൻ്റെ ജോലി എത്ര വരെയുള്ളൂ? ഈ 7 ലോകങ്ങൾ ഉണ്ടാക്കുക. അതോടുകൂടി ആ ശക്തി, ആ പ്രേരക ശക്തി, അതിന് വിരക്തി, കഥാപാത്രമായിട്ടാകുമ്പോൾ വിരക്തി വന്നു, ഇല്ലെങ്കിൽ അതിൻ്റെ പ്രശസ്തി തീർന്നു. അതിന് ആ 7 ലോകങ്ങളായിട്ട്, അതായത് പൊട്ടിത്തെറിക്കുന്ന ഇതുണ്ടല്ലോ, ആദ്യത്തെ പൊട്ടിത്തെറി, ബിഗ് ബാങ് തിയറി, അത് നടന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ ജോലി കഴിഞ്ഞു. ഇതിൻ്റെ 38 എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, തൻ്റെ ഉപാസനാമൂർത്തിയായ ശ്രീഹരിയുടെ പ്രസാദത്താൽ ലഭിച്ച, താൻ ഉപാസിക്കുന്ന ആ ശക്തിവിശേഷം ശ്രീഹരിയുടെ, അദ്ദേഹത്തെ ഉപാസിച്ചതിലൂടെ അദ്ദേഹം പ്രസന്നനായിട്ട് ലഭിച്ച ആത്മാവബോധത്താൽ അദ്ദേഹത്തിന് എന്തുണ്ടായി? സ്വന്തം ആത്മാവിനെ പറ്റിയുള്ള ചിന്ത അദ്ദേഹത്തിൽ മനസ്സിൽ തെളിഞ്ഞു വന്നു. മനസ്സിൽ തനിയെ ഉറച്ച്, അപ്പോൾ മനസ്സിൽ തന്നാലെ തന്നെ തനിയെ തന്നെ ആ സമയം എത്തുമ്പോൾ തനിയെ തന്നെ മനസ്സിൽ എന്തുണ്ട്? ആ ആത്മാവബോധം മനസ്സിൽ തെളിഞ്ഞു. എന്നിട്ട് വിഷയവൈരാഗ്യത്താൽ, വിഷയങ്ങളിൽ നിന്നെല്ലാം വൈരാഗ്യം ഉണ്ടായി. എല്ലാ വിഷയങ്ങളിൽ നിന്നും വൈരാഗ്യം ഉണ്ടായിട്ട് ഹരിലീല അധ്യയനത്തിലൂടെ വിഷയങ്ങളെയെല്ലാം അദ്ദേഹം ത്യജിച്ചു. അദ്ദേഹം മനസ്സിൽ നിന്ന് ഈ ഭൗതിക ലോകമായിട്ടുള്ള എല്ലാ പരിപാടികളും മതിയാക്കാനുള്ള ഉറച്ച തീരുമാനം അദ്ദേഹം എടുത്തു. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തു? പുത്രന്മാരെയെല്ലാം ഈ 7 അദ്ദേഹം ഉണ്ടാക്കിയ 7 ദ്വീപുകളുടെയും ചുമതല അവരെ ഏൽപ്പിച്ചിട്ട് ഭാര്യയെയും രാജാവിനെയും രാജ്യത്തെയും എല്ലാ ഐശ്വര്യത്തെയും ശവം പോലെ പരിത്യജിച്ചു. ഭാര്യനെയും രാജ്യത്തെയും എല്ലാ ഐശ്വര്യങ്ങളെയും ശവം കണക്കെ അദ്ദേഹം പരിത്യജിച്ചിട്ട് നാരദന് ഉപദേശിച്ച വഴിയിലൂടെ മാർഗം സ്വീകരിച്ചങ്ങ് പോയി. അദ്ദേഹം എല്ലാം കഴിഞ്ഞിട്ട് ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് പോയി. മുപ്പത്തൊമ്പതിൽ പറയുകയാണ്, യാതരാൽ ഇരുട്ടകറ്റി, അതായത് യാതരാൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ് ഉദ്ദേശിക്കുന്നത്? ആ പ്രിയവ്രതൻ തന്നെ. ഇരുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട്, അകറ്റാൻ വേണ്ടിയിട്ടാണല്ലോ അദ്ദേഹം രഥം എടുത്തിട്ട് ഇറങ്ങിയത്. അങ്ങനെയാണല്ലോ 7 ലോക ആ ചാല് വെള്ളമായിട്ട് സമുദ്രമായിട്ട് 7 ദ്വീപായിട്ട് മാറിയത്. അപ്പം അങ്ങനെയുള്ള ഒരാൾ ഇരുട്ടകറ്റിയിട്ട് തൻ്റെ രഥചക്രത്താൽ 7 സമുദ്രങ്ങൾ തീർത്തുവോ, ആ പ്രവൃത്തി ഈശ്വരനല്ലാതെ മറ്റാർക്കും ചെയ്യുവാൻ പറ്റുകയില്ല. അപ്പോൾ അത് ഈ ലോകത്തെ 7 ലോകങ്ങൾ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞത് ഈശ്വരനെ പറ്റുകയുള്ളൂ. യഥാർത്ഥത്തിൽ ഈശ്വരൻ തന്നെയാണ് ഈ പ്രിയവ്രതനായിട്ട് വന്നിട്ട് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് എന്ന നിലയിൽ തന്നെ ഇതിനെ കാണണം. എല്ലാത്തിൻ്റെ പിന്നിലും എന്തുണ്ട്? ആ ഈശ്വരൻ്റെ ശക്തിയാണ്. ആ ഒരു പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ളൊരു ശക്തി, അതാണ് അതിൻ്റെ പിന്നിലുള്ളത്. ഇനി 40 പുഴകൾ, മലകൾ, കാടുകൾ മുതലായവയെല്ലാം ഭൂതലവാസികൾക്കായി ജീവിതത്തിലെ സൗകര്യത്തിന് വേണ്ടി വേറെയെല്ലാം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ശേഷം അതിലും മലകളും കുന്നുകളും ജലങ്ങളും എല്ലാം ഈ 7 സമുദ്രത്തിന് പുറമെ ഓരോ ദ്വീപിലും
മലകളും കുന്നുകളും ജലങ്ങളും സമുദ്രങ്ങളും എല്ലാം അവിടെ വെവ്വേറെയെല്ലാം ജനത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും ചുരുക്കി പറയുകയാണ്. ഇതിന്റെ അവസാനം പറയുകയാണ്, മനുഷ്യലോകത്തിൽ ഉണ്ടാകുന്ന കർമ്മയോഗ സംബന്ധമായ എല്ലാ സുഖഭോഗങ്ങളെയും അദ്ദേഹം നരകമായിട്ടാണ് കരുതിയത്. പിന്നെ അദ്ദേഹം ഒരു വലിയ ലോകം, 7 ലോകങ്ങളെല്ലാം സൃഷ്ടിച്ചു. അതിൻ്റെ അകത്തും വേണ്ട നദികളും അതും ഇതുമെല്ലാം ഉണ്ടാക്കിയെന്ന് പിന്നെ പറഞ്ഞു. എന്നിട്ട് എന്ത് പറയുന്നു, അതിൻ്റെ ഫലമായിട്ട് നാളെ മനുഷ്യലോകത്തിൽ എന്തെല്ലാം സുഖസൗകര്യങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, ഭൗതിക ലോക സുഖങ്ങൾ ഉണ്ടാകുന്നല്ലോ, അതെല്ലാം വെറും നരക തുല്യമായിട്ടാണ് അദ്ദേഹം അവസാനം അതിനെ കണ്ടത്.